സാർ എന്റെ സ്ക്രീൻ സാർ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം സാർ. എല്ലാവർക്കും നമസ്കാരം. ഗവൺമെന്റ് ഗവൺമെന്റ് പോളിടെക്നിക് ആറ്റിങ്ങലിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലിന്റെയും ഭാഗമായിട്ടുള്ള ഇന്നോവേഷൻ ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്സ് അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലെ നമ്മുടെ നമ്മുടെ ആദ്യത്തെ വെബിനാർ സെഷനാണ് ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട HOD-മാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, മറ്റ് പോളിടെക്നിക് കോളേജുകളിലെ അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വെബിനാർ സെഷൻ നമുക്ക് ഇവിടെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് ദിബു സാറാണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ചേസിംഗ് ദ വിഷൻ, മൈ ജേർണി ഫ്രോം ആൻ എഡ്യൂക്കേറ്റർ ടു മാനുഫാക്ചർ വയ ഓണ്ടർപ്രണർഷിപ്പ്. അദ്ദേഹം പ്രൊഡക്ഷൻ എഞ്ചിനീയർ ലെവൽ 4 ആണ്, കാനഡ. അപ്പൊ ദീപു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ദീപു സാർ സുപരിചിതരാണ്. IEDC നോഡൽ ഓഫീസറായിട്ടും അതുപോലെ തന്നെ ഇൻക്യുബേഷൻ സെന്റർ അതുപോലെ TBA ഒക്കെ നോഡൽ ഓഫീസറായിട്ടും, രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ ട്രിനിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും, അതോടൊപ്പം തന്നെ പലതരം അലുമിനി അതായത് സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ അതിന്റെയൊക്കെ വിജയത്തിനൊക്കെ മെന്ററായിട്ട് സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ TBA-യുടെ ഡെവലപ്മെന്റിന് വേണ്ടി മുഖ്യമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ് സാർ. അതുപോലെ തന്നെ ഒരുപാട് IEDC-യുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസറിന് മികച്ച നോഡൽ ഓഫീസറിന്റെ അവാർഡുകളും, അതോടൊപ്പം തന്നെ ഐഡിയ ലാബ് അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഒരുപാട് പ്രോജക്ടുകളൊക്കെ സാർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോൺഫറൻസുകളിലും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസും ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് സാറിന് ലഭിച്ചിട്ടുണ്ട്. ഡിസൈൻ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ്, അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20,000-ൽ പരം വിദ്യാർത്ഥികളെ ഈ ഒരു മേഖലയിൽ ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് എന്ന മേഖലയിലേക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുവാനും ഒരുപാട് സെഷൻസ് ഹാൻഡിൽ ചെയ്യാനും സാറിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രസന്റ്ലി പ്രൊഡക്ഷൻ എഞ്ചിനീയർ ലെവൽ 4 പ്രോട്ടോകേസ് കാനഡ എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം എഡ്യൂക്കേറ്റർ ആയിരുന്നു, ഒരു ടീച്ചറായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം സ്റ്റാർട്ടപ്പ് അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പിലൊക്കെ പോയി വീണ്ടും അദ്ദേഹം മാനുഫാക്ചറിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് തന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മേഖലയിലുള്ള കുട്ടികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സെല്ലിന്റെ ഉദ്യമം. നമുക്ക് ഒരു മികച്ച റിസോഴ്സ് പേഴ്സണായിട്ട് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം വോളണ്ടറിലി നമ്മുടെ കോളേജിന് വേണ്ടി സെഷൻ ഹാൻഡിൽ ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ഹാർദവപൂർവ്വം കോളേജിന് വേണ്ടിയും നമ്മുടെ ഇന്ററാക്ഷൻ സെല്ലിന് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. ഓവർ ടു യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് സാർ പറഞ്ഞ പോലെ ദീപു സജീവ്. ഞാൻ ട്രിവാൻഡ്രം നിവാസിയാണ്. അപ്പോൾ സാറ് ഇങ്ങനെ ഒരു സെക്ഷൻ എന്ത് സെക്ഷനെ പറ്റി ഞാൻ പലതരത്തിലുള്ള സെക്ഷൻസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെക്നിക്കലാണ് കൂടുതലും സെക്ഷൻസ് എടുക്കുന്നത്. ഇപ്പോൾ ഡിസൈൻ തിങ്കിങ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിച്ച് ഡെക്ക് ക്രിയേഷൻ, പിന്നെ 3D പ്രിന്റിങ്, അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്.
പിന്നെ സാറ് പറഞ്ഞു എങ്ങനെയാണ് സാറിന്റെ ഒരു ജേണി എന്നുള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ അത് പലർക്കും. ഞാൻ ഓഡിബിൾ അല്ലേ സാർ? ഓക്കെ അല്ലേ? സാർ ഓഡിബിൾ ആണ് സാർ. സാർ ഓഡിബിൾ ആണ് സാർ. ഓഡിബിൾ, ഓക്കെ. അപ്പൊ എൻ്റെ ഒരു ജേണി പറയുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എങ്ങനെയാണ് ഞാൻ ഇവിടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ ആണല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്. ഇതിനു മുമ്പ് സാറിനെ പോലെ തന്നെ ഒരു എഡ്യൂക്കേറ്റർ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഓൺടർപ്രണർഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോഴും കുറച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ജേണി എന്നുള്ളത് ഒരു പറയുകയാണെങ്കിൽ, അപ്പോൾ അത് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പല മേഖലയിലൂടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്നത് എങ്ങനെയാണെന്നൊന്ന് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു PPT ഒന്നും ഞാൻ അങ്ങ് ഉദ്ദേശിച്ചതല്ല. വെറുതെ ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിയെടുത്ത ഒരു PPT ആണിത്. സാർ പറഞ്ഞ പോലെ ഒരുപാട് വർഷമായിട്ട് ഞാൻ IEDC, ഇന്നൊവേഷൻ, ഓൺടർപ്രണർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ള പല മേഖലയിലുള്ള ആൾക്കാരായിട്ട് എനിക്ക് ഇടപെടാനും അതുപോലെ തന്നെ എനിക്ക് അവരുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്തതാണ്. എല്ലാം ഞാൻ പഠിച്ചെടുത്തതാണ് സത്യം പറഞ്ഞത്. ഒന്നും നമുക്ക് ഇൻബോൺ എന്ന് പറഞ്ഞ് കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എല്ലാം നേടിയെടുത്തതാണ്. ഞാൻ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്തതാണ്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബ്രാൻഡ് ചെയ്തതാണ്. അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ആസ് എ സ്റ്റുഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആസ് എ ടീച്ചർ ആണെങ്കിലും ഒരുപാട് പേരുടെ ഇടയിലാണ് നമ്മൾ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായി നിൽക്കുമ്പോഴാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതെന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പിടിച്ചെടുക്കുന്നതാണ്, അവിടെയാണ് നമുക്ക് വേറിട്ട് നമുക്കൊരു ഫേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോ എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ ഷൈൻ സാറിനെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഷൈൻ സാറിനെ എനിക്ക് പരിചയമുള്ളത് IEDC വഴിയാണ്. അപ്പൊ സാറ് മറ്റു കുറെ അധ്യാപകരിൽ നിന്നും എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് അത് സാറ് തെരഞ്ഞെടുത്ത വഴിയാണ്. അപ്പോ അങ്ങനെയാണ് ഞാനും. അപ്പൊ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള എത്രയോ പേരുണ്ട്. അപ്പൊ എനിക്ക് അവരിൽ നിന്ന് എങ്ങനെ വേറിട്ട് അല്ലെങ്കിൽ എനിക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ അതിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള പാത്തിലൂടെ പോവുകയാണെങ്കിൽ അതുപോലെ പോകുന്നു, അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മാറി ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് അഡീഷണൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു പല മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞു വന്നത്. സോ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഇപ്പൊ എൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എഞ്ചിനീയറിംഗ് ലൈഫ് ആണ്. എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പലരും പറയും 10th ആണ് ടേണിംഗ് പോയിന്റ്, 12th ആണ് ടേണിംഗ് പോയിന്റ്. എൻ്റെ അച്ഛൻ ഒരു ടീച്ചറായിരുന്നു, സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അപ്പൊ പുള്ളി എനിക്കൊന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇങ്ങനെ മെഡിക്കൽ എടുക്കണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കണം എന്നുള്ളത് ഫോഴ്സ് ചെയ്തിട്ടില്ല. എഞ്ചിനീയറിംഗിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ആരെയും കുറ്റം പറയാനും പറ്റില്ല. അത് എന്റെ തീരുമാനമാണല്ലോ. അപ്പൊ ആ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ തന്നെ പഠിച്ചേ പറ്റൂ, ഞാൻ തന്നെ ഇതിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ഒരു മിഡിൽ ക്ലാസ്. ഹലോ ഹലോ ആരോ എന്ത് ചോദിച്ചു തോന്നി. ഇല്ല സാർ കണ്ടിന്യൂ ചെയ്യണം. അറിയാതെ മൈക്ക് ഓൺ ആയതാണ്. മൈക്ക് ഓൺ ആയതാണ്. ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ വേണമെങ്കിൽ ഇടാം. ഞാൻ അതിനും റിപ്ലൈ ചെയ്ത് തന്നെ പോവാം. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെ തന്നെ പോവാം. ഓക്കെ. അപ്പോ എഞ്ചിനീയറിംഗ് ലൈഫ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പാപ്പനംകോട്. ഈ പറഞ്ഞതുപോലെ എന്റെ തീരുമാനമായിരുന്നു. പക്ഷെ എനിക്ക് അന്ന്
എഞ്ചിനീയറിംഗ് വേണമെന്നുണ്ട്, പക്ഷെ ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ബോധം എനിക്കില്ല. അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് 2007 അന്ന് കത്തി നിന്നിരുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിന് ലക്ഷങ്ങളാണ് ഡെപ്പോസിറ്റ് കൊടുത്ത് പ്രൈവറ്റ് കോളേജിലൊക്കെ ആൾക്കാർ കയറുന്നത്. ECE അതായിരുന്നു ഏറ്റവും ടോപ്പ് നിന്നത്. അത് കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അലോട്ട്മെന്റ്, നമ്മൾ അന്ന് അലോട്ട്മെന്റ് ആണല്ലോ, അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയത് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ SET കോളേജിൽ കിട്ടി. എനിക്ക് ആദ്യം കിട്ടിയത് ഒരു പ്രൈവറ്റിലായിരുന്നു, എനിക്ക് തോന്നുന്നു മോഹൻദാസിലായിരുന്നു. മോഹൻദാസിൽ കമ്പ്യൂട്ടർ സയൻസ് എന്തോ ആണ് കിട്ടിയത്. അപ്പോൾ ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ECE കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് അത് മതി, അത് പഠിച്ചു പോവാം എന്ന് പറയും. രണ്ടാമത് എനിക്കൊരു അലോട്ട്മെന്റ് വന്നപ്പോഴത്തേക്കും SET കോളേജ് വന്നു. ഫീസ് കുറവാണ്, 6200 എന്തേ ഉള്ളൂ സെമസ്റ്ററോ, ഇയർലി ഫീസ്. മറ്റേതാണെങ്കിൽ 19,000 രൂപയുണ്ട്. അപ്പൊ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്കറിയില്ല എന്താണ് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എന്ന്, എനിക്കൊന്നും അറിയത്തില്ല. നല്ല കോളേജ് ആണെന്ന് അറിയാം, നല്ല ഫ്രീഡം ഉള്ള കോളേജ് ആണെന്ന് അറിയാം, ഫീസ് കുറവാണ്. ഇത് മാത്രമേ എനിക്ക് അന്ന് നോക്കേണ്ടതുള്ളായിരുന്നു. ഞാൻ ഈ ഒരു വ്യൂ ഇട്ടതെന്ന് വെച്ചാൽ, ഇതായിരുന്നു എൻ്റെ ആ കോളേജ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന വ്യൂ ഇതായിരുന്നു. കാരണം നിങ്ങളെ പോകുമ്പോൾ നിങ്ങൾ SET കോളേജിൽ പോകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി, ഇവിടെ ഇങ്ങനെ ഒരു തിട്ട കെട്ടിയിട്ടുണ്ട്. അവിടെയായിരുന്നു ഞങ്ങൾ ഫുൾ ടൈം ഇരിക്കുന്നത്. ക്ലാസ് ഉണ്ടെങ്കിലും ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ ഒരു കഫേ ഉണ്ട്, അവിടെ നിന്ന് ചായയും വാങ്ങിച്ച്, ആരെങ്കിലും വരുന്നവരൊക്കെ പൈസയൊക്കെ വാങ്ങിച്ച് ചായയും കുടിച്ച് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ മെക്കാനിക്കൽ പ്രൊഡക്ഷനിൽ ഞാൻ വന്നു പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിൽ ലക്കുണ്ട്, നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ക് ഫാക്ടർ, ഒരു ഹാർഡ് വർക്ക് ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ലക്കും ഉണ്ടായിരുന്നു എന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു. കാരണം SET കോളേജിൽ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹാർഡ് വർക്ക് ഒന്നും അല്ലായിരുന്നു, എൻ്റെ ഒരു ലക്കായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു നിലയിലെങ്കിലും എത്തണം എന്നുള്ളത് എൻ്റെ ഹാർഡ് വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലക്കായിരുന്നു മെക്കാനിക്കൽ പ്രൊഡക്ഷൻ കിട്ടുക എന്നുള്ളത്. ക്ലാസ്സുകളിൽ നമ്മൾ അങ്ങനെ അത്ര അറ്റൻറ്റീവ് അല്ല, സാറന്മാർക്കും വലിയ നിർബന്ധമൊന്നുമില്ല തിയറി ക്ലാസ്സിൽ ഇരിക്കണമെന്ന്. പക്ഷേ ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പഴയ KSRTCയുടെ വർക്ക്ഷോപ്പ്, അതായിരുന്നു പിന്നീട് ഈ കോളേജിന്റെ വർക്ക്ഷോപ്പായിട്ട് മാറുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ്, ഞങ്ങൾ ഒരിക്കലും മിസ്സാക്കാത്ത സ്ഥലം എന്ന് പറയുന്നത് ഈ വർക്ക്ഷോപ്പായിരുന്നു. ഇതാണ് ആ വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ട്. ഇതിന്റെ അകത്ത് ഇതിപ്പം പണ്ടത്തെ ബിൽഡിംഗ് ഇങ്ങനെയല്ല, കുറച്ചും കൂടെ വലിയൊരു ഇതായിരുന്നു ഇതിന്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. കാരണം KSRTC വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ബസ് അകത്തേക്ക് കയറ്റണം, ഒരു 4 ബസ് ഇടാനുള്ള സ്പേസ് അതിൻ്റെ അകത്ത്. പല SET പഠിച്ച പല സാറന്മാരും ചിലപ്പോൾ കാണുമായിരിക്കും, ഇതിന്റെ കൂടെ അറിയാമായിരിക്കും അവർക്ക്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള പലർക്കും അറ്റൻഡൻസിന്റെ ഷോർട്ടേജ് ഉണ്ട്, കാരണം ക്ലാസ്സിൽ കയറില്ല. പക്ഷെ ഒരാൾക്ക് പോലും വർക്ക്ഷോപ്പിലോ ലാബിലോ ക്ലാസ് മിസ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു സിക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന് മിസ് ചെയ്യാതെ ഞങ്ങൾ ആരും തന്നെ വർക്ക്ഷോപ്പ് മിസ് ചെയ്തിട്ടില്ല. വർക്ക്ഷോപ്പിൽ ഒരു ലാബ് ക്ലാസ് ഞങ്ങൾ മിസ്സാക്കിയിട്ടില്ല. അതിന്റെ ഉപയോഗം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, എനിക്കിപ്പോഴും അനുഭവപ്പെടുന്നു. കാരണം ഞാൻ എഡ്യൂക്കേറ്ററിൽ നിന്നും മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേക്കും അന്ന് പഠിച്ച പല കാര്യങ്ങളും എനിക്ക് ഇന്ന് യൂസ് ആകുന്നുണ്ട്. ആ പല ടേംസുകളും പല ടെക്നിക്കുകളും അന്ന് സാറന്മാർ പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളും എനിക്കിന്ന് യൂസ്ഫുൾ ആകുന്നുണ്ട്. അപ്പൊ അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അന്ന് സാറന്മാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളെ ലാബില് ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലാബ് ഞങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ മുതൽ, ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷമാണ് ലാബെങ്കിൽ രാവിലെ മുതൽ ക്ലാസ് ഇല്ലാത്തവൻ ലാബ് ടൈം ആകുമ്പോൾ ആ യൂണിഫോം ഇട്ട് അവിടെ കാണും. അത് സിനിമാ തിയേറ്ററിൽ വരെ ഇറങ്ങി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ സാറന്മാരും അതുപോലെ തന്നെ ഞങ്ങളുടെ HODയും അതുപോലെ ഞങ്ങളും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്കയായിരുന്നു. അത് ഇത് ഹീറ്റ് എഞ്ചിൻ ലാബ് ആണെങ്കിലും മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ലെയ്ത്ത്, ഇതെല്ലാം എന്ത് ലാബ് ആണെങ്കിലും ഞങ്ങൾ ഫുൾ അറ്റൻഡൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് ഞങ്ങൾ സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് ആ ബാച്ചിലുള്ള എല്ലാ പേരും. അത് അങ്ങനെ പഠിക്കുന്നത് അങ്ങനെ ആവറേജ് സ്റ്റുഡൻസ് അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ലാബ് കിട്ടും, ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടുകയും ചെയ്യും. അത് നല്ല വിധത്തിൽ ചെയ്യും. ഒരു
ഹെൽപ്പും അവിടുത്തെ അസിസ്റ്റന്റിൽ നിന്ന് നമുക്ക് എക്സാം ടൈമിൽ ചിലപ്പോൾ ചില അസിസ്റ്റൻസ് ഒക്കെ ലാബ് അസിസ്റ്റൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് അങ്ങനെ ഒന്നുമില്ല, പക്ക സ്ട്രിക്റ്റ് ആയിരുന്നു. അത് വളരെ ഞങ്ങളധികം എന്താണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് കൂടുതൽ നമുക്ക് ഡെപ്തിന് നമുക്ക് എന്താണ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ എഞ്ചിനീയറിംഗ് ലൈഫ് കഴിഞ്ഞു. അപ്പൊ എഞ്ചിനീയറിംഗ് ലൈഫ് കഴിയുമ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്, അപ്പോൾ അന്ന് കൂടുതലും ക്യാമ്പസ് പ്ലേസ്മെന്റ് നടക്കുന്നത് ബൾക്കായിട്ട് എടുക്കുന്നത് ഒന്നിൽ അക്സെഞ്ചർ അല്ലെങ്കിൽ TCS, ഇൻഫോസിസ് അവരൊക്കെയാണ്. മെക്കാനിക്കൽ കമ്പനികൾ വരുന്നത് വളരെ കുറവാണ്. വന്നാൽ തന്നെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ റാങ്ക് ഉള്ള സ്റ്റുഡൻസിന് അതും 1ഉം 2ഉം ഒക്കെ എടുക്കത്തുള്ളൂ. മറ്റതുപോലെ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയില്ല. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയി എനിക്ക് മെക്കാനിക്കൽ കോർ കമ്പനിയിലൊന്നും കിട്ടിയില്ല. കിട്ടിയത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്, അക്സെഞ്ചർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ എന്ന് പറയുന്ന തിരക്കൊടിച്ച നഗരത്തിലേക്ക് അക്സെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ബിസിനസ് ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കിട്ടുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് പോകുന്നു. എനിക്ക് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതൊന്നും അല്ലായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കോഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അവിടെ. പക്ഷെ എനിക്ക് ഒരു 8 മാസം ആയപ്പോൾ തന്നെ ഞാൻ മടുത്തു എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് അതിലെനിക്ക് കിട്ടില്ല. എനിക്കൊരു അതിലൊരു പാഷനേറ്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ്, ബിസി ലൈഫാണ്, അടിച്ചുപൊളി ലൈഫാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇല്ല, എനിക്ക് കോഡിങ് അല്ലെങ്കിൽ അതിന്റെ ഇൻഡെപ്തിലേക്ക് പോകണം. അപ്പൊ എനിക്കത് വലിയ താല്പര്യമില്ല. കാരണം നമുക്ക് അതിന്റെ ഒരു ബേസ് ആകെ ഒരു പേപ്പർ മാത്രമേ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അന്ന് ഇത് പറയുന്ന ഓട്ടോമേഷൻ ലെവൽ ഹൈ ലെവലിലേക്കൊന്നും പോയിട്ടില്ല. ഈ നമുക്ക് നോക്കി പഠിക്കാൻ ഗൂഗിളിലോ അല്ലെങ്കിൽ ഗിറ്റ് ഹബോ അങ്ങനെയുള്ള പല സാധനങ്ങളും അന്ന് വളരെ വിരളമാണ്. ആൻഡ്രോയിഡ് ഫോണൊക്കെ തുടങ്ങുന്ന സമയമൊക്കെയാണ്. ചിലപ്പോൾ ഞാൻ അത് ഓക്കെയാണ്, ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ അതിന്റെ ഇൻഡെപ്ത് പോയിരുന്നെങ്കിൽ ഇന്ന് വേറെ നല്ല പൊസിഷനിലൊക്കെ എത്താൻ. പക്ഷെ എനിക്കതിലൊരു എന്റെ അവിടെ നിന്നിട്ടുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. പലരും മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഗേറ്റിന് പ്രിപ്പയർ ചെയ്തു. കാരണം ഞാൻ പറയില്ല, എനിക്കൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ്റെ ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് കുറെ ഫ്രീ ടൈം കിട്ടും. അപ്പൊ ആ ഓഫീസിൽ ഇരുന്ന് തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഗേറ്റിന് പ്രിപ്പയർ ചെയ്തു, ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു. അങ്ങനെ ഗേറ്റ് അവിടെ നിന്ന് തന്നെ എഴുതി. എനിക്ക് ഗേറ്റ് കിട്ടി. ഞാൻ CET-യിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഞാൻ വീണ്ടും കോളേജിലേക്ക് വരുന്നത്, MTech ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് CET വരുന്നത്. അപ്പോ CET-യിൽ വന്നു. CET-യിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇവിടെയും എന്നെ ലക്ക് ഫാക്ടർ വീണ്ടും എന്നെ തുണയ്ക്കുകയായിരുന്നു. ഗേറ്റ് കിട്ടി, അപ്പോൾ സ്റ്റൈഫൻഡ് ഉണ്ട്. അപ്പൊ അതൊരു കാര്യം. അപ്പൊ അവിടെ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിന്റെ ഒരു 25% താഴെ മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. കാൽഭാഗം പോലും ഇല്ല. എങ്കിലും കുഴപ്പമില്ല, സ്റ്റൈഫൻഡ് ഉണ്ട്. പോക്കറ്റ് മണി വീട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അത് മതി. പിന്നെ ഇതെടുത്തത് തന്നെ എനിക്ക് ആദ്യം കിട്ടിയത് MTech തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഡക്ഷൻ ആയിരുന്നു കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ BTech-ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ വീണ്ടും അതിന്റെ ഇതിലേക്ക് പോകണ്ട, ഒന്ന് വെറൈറ്റി മാറിയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അടുത്ത ഓപ്ഷൻ വെച്ചപ്പോൾ എനിക്ക് CET കിട്ടി. അപ്പൊ വീട്ടിനടുത്താണ്. അപ്പൊ അച്ഛന് കുറച്ച് അസുഖമൊക്കെ വന്ന സമയം. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടില് ഇന്ന് പോയി വരാം, ഒരു സഹായമാവും. അപ്പൊ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എടുക്കാം, കുഴപ്പമില്ല. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ BTech-ന് പഠിച്ചതാണ് എന്നൊക്കെ വിചാരിച്ചു കിട്ടി. നല്ല കുറെ സാറന്മാരെ കിട്ടി. അപ്പൊ നമുക്ക് അറിയാലോ MTech എന്ന് പറയുമ്പോൾ കുറച്ച് അന്ന് ക്ലാസ്സുകൾ കുറച്ചേ ഉള്ളൂ, കൂടുതലും അല്ലാത്ത വർക്കുകളാണ്, പ്രോജക്റ്റ് വർക്കുകളാണ്.
ഈ സമയത്താണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സംഭവങ്ങളെ കുറിച്ച് കേട്ടു തുടങ്ങുന്നത്. എന്താണ് സ്റ്റാർട്ടപ്പ്? പലരും പല മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ പല ഇതുപോലെ എന്നെ പോലെ ജോലി കളഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് അവിടെ എംടെക്കിന് വന്നവരൊക്കെ. അപ്പൊ അവർക്കും ഈ പറയുന്ന പോലെ ഇനി വീണ്ടും ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് പോകണോ, ഇനി അടുത്ത് എന്താണ്, എംടെക്ക് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അത് പറ്റാത്ത കുറച്ച് പേര് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റാർട്ടപ്പ് എന്നതിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, റിയൽ എസ്റ്റേറ്റ് പോലെ എന്തെങ്കിലും സംഭവമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, നമുക്ക് ഫ്രീ ടൈം ഒരുപാടുണ്ട്. അവിടെ തന്നെ കോളേജിൽ തന്നെ ഇരുന്ന് ഞങ്ങൾക്ക് ആലോചിക്കാനും ഇവരോടൊക്കെ സംസാരിക്കാനും. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് അവിടുത്തെ പല സാറന്മാർക്കും സ്റ്റാർട്ടപ്പ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അവർ സൈഡായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലായി. അപ്പൊ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് 2-3 സാറന്മാരെ ഞങ്ങൾ കണ്ടെത്തി, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ അദ്ഹബും അനൂപും എന്ന് പറയുന്ന 2 ഫ്രണ്ട്സ് അവരൊരു സ്റ്റാർട്ടപ്പിന് തുടക്കം ഇട്ടു. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒന്ന് കയറാം, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, കാരണം കയ്യിൽ കാശില്ല ഒന്ന്, പിന്നെ എന്താണെന്ന് അറിയത്തില്ല, എന്താണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് അറിയത്തില്ല. ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ വിചാരം വലിയ എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ എന്തുവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ കാശൊന്നുമില്ല, എനിക്ക് കഴിയുന്ന രീതിയിൽ എന്താണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, നെറ്റ് ഫെസിലിറ്റി ഉണ്ട്, അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവിടെ കാണാതിരിക്കും, ബാൻഡഡ് ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അത് മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് അനൂപ്, പിന്നെ അദ്ഹബ് ഉണ്ട്, അദ്ഹബ് പാർട്ട്ണർ ആയിരുന്നു. അങ്ങനെ പിന്നെ ബാംഗ്ലൂരിലുള്ള 2-3 ഫ്രണ്ട്സ്. അപ്പൊ ഇത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അവിടത്തെ ഫ്രണ്ട്സ് ആണ് അവിടുത്തെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ ടെക്നിക്കുകളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്, ഓരോ എക്സ്പെർട്ടൈസ് ആൾക്കാരുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞങ്ങൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഇത്, എക്കോവേ സ്മാർട്ട് വേസ്റ്റ് ബിൻ എന്ന് പറയുന്നത്. അത് ഇപ്പൊ പല പ്രോജക്റ്റുകളിലും പലരും ആൾക്കാർ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇത് അന്ന് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. 1-2 മോഡൽസ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് IoT എന്നുള്ള എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. IoT വേസ്റ്റ് ഹാൻഡ്ലിങ്ങിന് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. ഒരു വേസ് പോലെയുള്ള ഒരു ചെടിയുടെ വേസ്റ്റിന്റെ സ്റ്റൈലിലുള്ള ഒരു വേസ്റ്റ് ബിന്നാണ്. അതിന്റെ സൈഡിലാണ് നമ്മൾ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. വീട്ടിലെ ഫുഡ് വേസ്റ്റ് ആണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ല, ഫുഡ് വേസ്റ്റ്. ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റുകൾ ഇടുന്നു, അത് ഡീഗ്രേഡ് ചെയ്ത്, അപ്പൊ അതിന്റെ IoT ഇതിൽ എവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ ഫുഡ് ലെവല്, ഈ വേസ്റ്റ് ലെവല്, അതിന്റെ ഡീഗ്രഡേഷൻ ലെവൽ, ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഹ്യൂമിഡിറ്റി, ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IoT ഞങ്ങൾ അതിൽ ഇംപ്ലിമെന്റ്. അപ്പൊ IoT എന്നൊക്കെ പറയുന്നത് അന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്, അന്ന് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉള്ളത് കൊണ്ട് അവനെയും കൂടെ ഇതിലേക്ക് കയറ്റി. അങ്ങനെ ഓരോരോ എക്സ്പെർട്ട് ലെവലിൽ. അപ്പൊ ഡിസൈനിങ് നല്ല ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൺസൾട്ടന്റാ ഇതില്. ഇങ്ങനെ എന്താ പറയാ, എംപ്ലോയീസ് എന്ന് പറയുന്നില്ല, എല്ലാവരും കൺസൾട്ടന്റാണ്. ഓരോന്ന് അറിയുന്ന ആൾക്കാരെ പിടിച്ച് ചേർക്കുന്നു, അവരവരുടെ തന്നെ വീട്ടിൽ ഇരിക്കുന്നു, അവരെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഞങ്ങളൊരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ട്. അപ്പൊ ഞാൻ അതിൽ ഏറ്റവും ബാക്ക്വേർഡ് ഞാനാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുന്നുള്ളൂ, കാരണം എനിക്കിത് വലിയ പിടിയില്ലല്ലോ, എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ അവരുടെ പ്രോഡക്ട്സ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിൽ എന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ വളരെ മിനിമൽ ആയിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വേസ്റ്റ് ബിന്ന്. അപ്പൊ അതിന്റെ നടുക്ക് തന്നെ ഇതൊരു ഐഡിയ ആണ്. ഇതിപ്പോ പേറ്റന്റ് പോയിട്ടൊന്നും ഇല്ല. അപ്പൊ ആർക്കാണെങ്കിലും ഇത് ട്രൈ ചെയ്യാന്ന്, ഇതിന്റെ വേറെ പല രീതിയിൽ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സൈഡില് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഇടുന്നു, നടുക്ക് ഈ ന്യൂട്രിയൻസ് നടുക്കുള്ള മണ്ണും ചെടിയും വലിച്ചെടുക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ഫുഡ് വേസ്റ്റ് ന്യൂട്രിയൻസ് തീരുന്നു. അപ്പൊ ആ ന്യൂട്രിയൻസ് ലെവൽ IoT മെഷർ ചെയ്യുന്നുണ്ട്, ഹ്യൂമിഡിറ്റി ലെവൽ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുഡ് വേസ്റ്റ് അത് ഡീഗ്രേഡ് പോകുമ്പോഴത്തേക്കും അതിന്റെ ബാക്കി എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ താഴത്ത് നിന്ന് അതിൽ നിന്ന് റെസിഡ്യൂ നമുക്ക് എടുക്കാവുന്നതാണ്. അത് പിന്നെ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അത് ഒരു മിനിമം ലെവൽ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഫുഡ് വേസ്റ്റ് അതിന്റെ അകത്ത് ഇടാം.
അപ്പൊ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഡിസൈൻ, അതിന്റെ ഒരു മോഡൽ, ഒരു പ്രോട്ടോടൈപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഹൗസ് ഹോൾഡ്, ഒരു വീട്ടിലത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല, അത് ജനറൽ ഇത് വലിയ വലിയതല്ല, ഒരു ഹൗസ് ഹോൾഡിലേക്ക് ഉള്ള ഒരു എന്താണ് വേസ്റ്റ് ജനറേഷനെ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഇതിലേക്ക് മാറ്റാം എന്നുള്ള രീതിയിലുള്ള. പിന്നെ അവരുടെ വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു, ഒരു ഫുഡ് പാക്കേജിങ്, കൺസെപ്റ്റ് ഫുഡ് പാക്കേജിങ് എന്നുള്ള രീതിയിൽ, ഓറിഗാമി സ്റ്റൈലിലുള്ളത്. അതായത് പിസ്സ എന്ന് പറയുന്ന പിസ്സയുടെ ബോക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പിസ്സ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വേസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു മൂടി തുറന്നു കഴിഞ്ഞാൽ അതിനെ വേറൊരു രീതിയിൽ, ആ മൂടിയിൽ കുറെ സ്പേസ് ബാക്കിയുണ്ട്, അത് നമുക്ക് ഇങ്ങനെ മടക്കി ഓറിഗാമി സ്റ്റൈലിൽ മടക്കി ടോയ് ആക്കാൻ പറ്റും, കുട്ടികൾക്ക് കളിക്കാനുള്ള പസിൽ ഗെയിം ആയിട്ട് മാറ്റാൻ പറ്റും. ഇങ്ങനെയുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതായത് ആ ഒരു വേസ്റ്റ്, അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഫുഡ് വേസ്റ്റ് ഇല്ലാത്ത ഭാഗം നമുക്ക് എങ്ങനെ ഒരു ടോയ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസെപ്റ്റിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഫുഡ് പാക്കേജിങ് ഇതായിരുന്നു. പിന്നെ വേറൊരു പ്രോഡക്റ്റ് ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്നത്, ഇതിന്റെ മാർക്കറ്റിംഗ് സൈഡിലാണ് ഞാൻ ഇരുന്നത്. ഞാനത് കാണിച്ചു തരാം. ഇതൊരു ആർക്കിടെക്ചറൽ റിയൽ ടൈം ഇന്ററാക്റ്റീവ് വാക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. അപ്പൊ ഇതിന്റെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. ഇത് ആർക്കിടെക്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഒരു VR, നമുക്കറിയാം VR, ഓക്കുലസ് റിഫ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിൾ ലെൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നമുക്ക് VRന്റെ ഒരുപാട് ഹെഡ് സെറ്റുകൾ നമുക്ക് ഇപ്പം അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഭാവിയിൽ അവർ താമസിക്കാൻ പോകുന്ന വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, ഇന്ററാക്റ്റീവ് ചെയ്യാം. ഇന്ററാക്റ്റീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് ഇങ്ങനെ നോക്കിയതിനു ശേഷം ഫ്ലോറിന്റെ കളർ ചേഞ്ച് ചെയ്ത് നോക്കാം, ലൈറ്റ് ഉള്ളപ്പോൾ എങ്ങനെയാണ്, ലൈറ്റ് ഇല്ലാത്തപ്പോൾ എങ്ങനെയാണ്, വിൻഡോ പെയിൻ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, വാൾ കളർ മാറ്റാം, മുകളിലത്തെ കളർ മാറ്റാം. അപ്പോൾ ഇന്ററാക്റ്റീവ് സൈഡാണ്. അതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്ത്, ഇപ്പൊ ഫർണിച്ചറിന്റെ പൊസിഷൻ മാറ്റിയാൽ എങ്ങനെയിരിക്കും എന്റെ വീട്, അങ്ങനെ. അപ്പോൾ എല്ലാ റൂമിലും വാക്ക് ത്രൂ ആണ്. വാക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ VR നമ്മൾ നടന്നല്ലേ കാണുന്നത്, എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ. അപ്പൊ അതുപോലെ സ്വന്തം വീട്ടിന്റെ അകത്ത് നടന്നുകൊണ്ട് വീട്ടിലുള്ള ചുവരും തറയും മറ്റു കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെ സ്വന്തം വീട് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ട് ഡിസൈഡ് ചെയ്യാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾ ക്ലയൻസിൽ നിന്നും പ്ലാന് വാങ്ങിക്കുന്നു, ഞങ്ങളുടെ ഡിസൈനേഴ്സ് ഇതിനെ 3D വ്യൂ ഉണ്ടാക്കി ഇതിനെ എന്ത് ചെയ്യുന്നു, ഇന്ററാക്റ്റീവ് വാക്ക് ത്രൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഒരു മോഡൽ ഞങ്ങൾ ചെയ്തതാണ്. ഒരു ഫ്ലാറ്റിൽ പുരവൻകരയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലെ പുരവൻകരയുടെ അവരുടെ ഒരു ഫ്ലാറ്റ് കൺസെപ്റ്റിനെ ഞങ്ങൾ മാറ്റിയതാണ്. ഇതിപ്പോ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് സാധാ വീഡിയോ ആണ്. നമ്മൾ ഇതിന്റെ VR സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇത് സാധാ നമ്മൾ വീഡിയോ എങ്ങനെയാണോ നമ്മൾ സാധാരണ ഒരു ആർക്കിടെക്ചറൽ മാർക്കറ്റിംഗ് ടീം നിങ്ങളെ കാണിക്കുന്നത്, ഇങ്ങനെയായിരിക്കും സാധാരണ ഒരു കാണിക്കുന്നത്. ഇതിനെ ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് ഇതിനെ ARലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. AR/VR ഇതിലേക്ക്. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആ ഓക്കുലസ് റിഫ്റ്റ് വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ച് കാണാൻ പറ്റുന്ന ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ റൂമിൽ പോകുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ഓൺ ആക്കുന്നു. ഹലോ സാറേ, അത് വീഡിയോ പ്ലേ ആവുന്നുണ്ടോ സാറേ? ഓക്കെ, ഒരു സെക്കൻഡ്. ഓട്ടെ.
ഇപ്പൊ കാണാമോ സാർ? ഓക്കെയാണ് സാറേ, താങ്ക് യു. ഞാൻ പറഞ്ഞു ഇത് സാധാരണ നമ്മൾ വീഡിയോ എങ്ങനെയാണോ മാർക്കറ്റിംഗ് കാണുന്നത് അങ്ങനെ. അപ്പൊ ഇതിൽ ഞങ്ങൾ ചെയ്ത AR/VR സെക്ഷനിലേക്ക് കാണിച്ചു തരാം. ഇത് എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഇതായിരുന്നു മറ്റൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കേരളത്തിലെ മാർക്കറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനും അതവും ഉണ്ടായിരുന്നു, അതവും ഞാൻ ഒരുമിച്ചാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പൊ അതായിരുന്നു ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടപ്പ് അപ്പൊ അന്ന് ഞങ്ങൾ ഈ മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്തപ്പോൾ സ്റ്റാർട്ടപ്പ് എന്താണ്, സ്റ്റാർട്ടപ്പിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി. അപ്പൊ അപ്പോഴും ഞാൻ തയ്യാറല്ലായിരുന്നു. ജസ്റ്റ് ഇതെന്താണ് റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു എലമെന്റിൽ ഞാൻ അപ്പോഴും തയ്യാറല്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം നമുക്കൊരു സ്ഥിര വരുമാനം ഇല്ല എന്നുള്ളതാണ്. ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിലൊന്നുമില്ല, ഇതെന്താണെന്നുള്ളതില്ല. പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ പോകുക വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഇൻഡൽജ് ചെയ്തില്ല. വീണ്ടും ഞാൻ ജോലി തേടി ഇറങ്ങി. അങ്ങനെ ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ്, ഇത് ഞങ്ങൾ എംടെക്കിന്റെ ലാസ്റ്റ് ഫേസിലാണ് ഇതൊക്കെ തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കുക എന്നുള്ള കാരണം എംടെക് ആണല്ലോ നമ്മളെ കയ്യിരിക്കണം. എംടെക് കൊണ്ട് നമ്മളെ നാട്ടില് കിട്ടാൻ എളുപ്പമുള്ളത് ഒരു പ്രൈവറ്റ് കോളേജിൽ ഒരു ജോലിയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അന്ന് അതാണ് പെട്ടെന്ന് എനിക്ക് കിട്ടുന്ന ജോലി. കാരണം നമ്മുടെ നാട്ടില് ഒരു കോർപ്പറേറ്റ് ലൈഫ് കഴിഞ്ഞിട്ട് എംടെക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ക്വാളിഫിക്കേഷൻ ആയി എന്നാണ് കൂടുതലും. ഞാൻ പലയിടത്തും അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണ്. കാരണം ബിടെക്കുകാരെ മതി, ബിടെക്കുകാരെ ആകുമ്പോൾ ട്രെയിൻ ചെയ്തെടുക്കാം, ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്കുകാരെ ട്രെയിൻ ചെയ്തെടുക്കാം. എംടെക് ആകുമ്പോൾ ഓവർ ക്വാളിഫിക്കേഷൻ ആണ്. അവര് തന്നെ ഇങ്ങോട്ട് നമ്മളെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കയറിക്കൂടെ അങ്ങനെയാണ് എന്നുള്ള. അപ്പൊ കുറെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തു. മടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ എനിക്ക് വിചാരിച്ചു ഓക്കെ പഠിപ്പിക്കാൻ കയറാം എന്നുള്ള ഇതിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഞാൻ ജോയിൻ ചെയ്തു. 2014 മുതൽ 2021 വരെ ഞാൻ ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു ഈ പറയുന്ന പോലെ വീണ്ടും ഈ പറയുന്ന ലക്ക് ഫാക്ടർ ആൻഡ് ഹാർഡ് വർക്ക് ഫാക്ടർ എനിക്ക് എന്ത് ചെയ്തു, അവിടെ സഹായിച്ചു എന്നുള്ളതാണ്. എല്ലാവരുടെയും ജീവിതത്തിലും കാണുമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ ലക്ക് ഫാക്ടറിന്റെ ഒരു റേഷ്യോയും ഇതിന്റെ. എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ കോളേജിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയ അവിടുത്തെ പ്രിൻസിപ്പൾ ഡോക്ടർ അരുൺ സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ പേര് പലയിടത്തും IEDCയുടെയും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന്റെയും ഒക്കെ വെച്ചിട്ട് പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു മെന്റർഷിപ്പിൽ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഈ ഒരു എന്താ പറയാ ടെക്സാസിൽ നിന്ന് MS-ഉം PhD ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഇവിടുത്തെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറാണ്. അപ്പോൾ സാറിന് കുറെ കൺസെപ്റ്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടപ്പും മറ്റു അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ചും ഇന്നോവേഷനെ കുറിച്ചും ഒക്കെ കേട്ട് തുടങ്ങിയത് അവിടെ നിന്ന്. അപ്പോ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഇതിനൊരു ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ നിന്നാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ബാക്കി എല്ലാവരെയും പോലെ അത് വരുന്നു, സബ്ജക്റ്റ് എടുക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ ചില കാര്യങ്ങൾ എനിക്ക് ഒരു രീതിയിൽ ഞാൻ വർക്കഹോളിക് ഇൻ ദ സെൻസ് ചിലത് പറഞ്ഞാൽ വെറുപ്പിക്കണ്ടല്ലോ, പിന്നെ ജോബ് സെക്യൂരിറ്റി ആണല്ലോ. ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ പണി പോകും എന്നൊക്കെ ഉള്ള തോന്നലുള്ളതുകൊണ്ട് ഓക്കെ എന്നുള്ള രീതിയിൽ എന്ത് പറഞ്ഞാലും ഓക്കെ പിന്നെ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നതെല്ലാം നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ ടെക്നോ പാർക്ക് TTBI എന്ന് പറയും, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത 2014 തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മെന്ററായിട്ട് ഡോക്ടർ KCC നായർ എന്ന് പറയുന്ന സാറ് ഉണ്ടായിരുന്നു. ഹീസ് ദ ഫസ്റ്റ് CFO ഓഫ് ടെക്നോ പാർക്ക്. ഈ സ്റ്റാർട്ടപ്പ് കൾച്ചറും ഈ ടെക്നോ പാർക്ക് TBI ഒക്കെ അത് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പൊ പുള്ളിയുടെ ഇടയ്ക്കുള്ള വിസിറ്റ് എല്ലാം എന്നെ വളരെ സഹായിച്ചു.
പുള്ളി ആണ് എന്നെ ഒരു എന്താണ് സ്റ്റാർട്ടപ്പ്, എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്, എങ്ങനെ ഫണ്ട് കിട്ടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി എൻലൈറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഈ TTVA ആണ് പിന്നീട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആയിട്ട് 2015 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആയിട്ട് ഇത് കൺവേർട്ട് ആവും. ഓക്കെ, സെയിം സംഭവം തന്നെയാണ്, വേറൊരു ബ്രാൻഡ് റീബ്രാൻഡ് ചെയ്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആവുന്നത് 2015. അപ്പൊ 2014 മുതൽ ഞാൻ TTBA ഉണ്ട്. TTBA അവിടുത്തെ കോളേജ് ചാപ്റ്റർ ഹെഡായിട്ട് എന്നെ 2014 അതും വേറൊരു സാറായിരുന്നു അതിന്റെ ഹെഡ്. അവിടെയും എന്നെ സഹായിച്ചതെന്ന് വെച്ചാൽ ആ സാറിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു മീറ്റിങ്ങിന് എൻ്റെ കൂടെ ചെന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമൽജ്യോതി പോകുന്നു, അവിടെ വെച്ച് ഷെറിൻ സാറിനെ കാണുന്നു, അവിടെ എന്താണെന്ന് കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. അങ്ങനെ 2014 മുതൽ 2023 വരെ, ഈ 21 വരെ ഞാൻ ട്രിനിറ്റിയിൽ, 22, 23 21, 22, 23 രാജധാനിയിലും IDC-നുള്ള ഓഫീസറായി. അപ്പോൾ കംപ്ലീറ്റ് ഈ 2014 മുതൽ 23 വരെ ഞാൻ IDC നോഡൽ ഓഫീസറായി. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ട്രിനിറ്റിയിൽ തന്നെ ടെക്നോലോജി എന്നും പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തു. അപ്പോൾ ഈ പറയുന്ന പോലെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാർ അവിടെ ഉണ്ട്, അതുപോലെ പാര വയ്ക്കുന്ന ഒരാളും നമുക്ക് എവിടെയെങ്കിലും കാണാം. അപ്പൊ ഇതൊക്കെ വെറുതെയാണ്, ജിമിക്കാണ്, ഷോയാണ് എന്നൊക്കെ പറഞ്ഞ 1-2 ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ റിസൾട്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഇതില് സാറന്മാര് കാണും, ടീച്ചേഴ്സ് കാണും, സ്റ്റുഡൻസും കാണും. എവിടെ പോയാലും അങ്ങനെ ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരാള് നിങ്ങളെ ഫേസ് ചെയ്യാൻ കാണും, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും കാണും. അതുപോലെ തന്നെ ഇതൊക്കെ വെറുതെ ഷോയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഒന്നിനുമല്ല, ഇത് ചുമ്മാ കറങ്ങി നടക്കാൻ, ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉള്ള, നമ്മൾ പഠിപ്പിക്കാതെ ഒക്കെ ഉഴപ്പി നടക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരാളും കാണും. അപ്പൊ ഇവരെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇവരെങ്ങനെ പ്രചരിപ്പിക്കുന്നു അതിന്റെ ഡബിൾ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും, റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതായിരുന്നു ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോ ആദ്യമായിട്ട് ഒരുപാട് പരിപാടികൾ, IDC-യുടെ പരിപാടികൾ, ഒരുപാട് പരിപാടി, ഏറ്റവും കൂടുതൽ ഇവന്റ്സുകൾ എനിക്ക് അവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റി. പല കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇവന്റുകൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകാതെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ട് നമ്മൾ വാങ്ങിച്ചെടുത്തുകൊണ്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇതെന്ന് പറയുന്നത് ട്രിവാൻഡ്രം ടെക്നോളജി എന്ന് പറയുന്നത് KSIT-യുടെ, അത് ഗവൺമെന്റിന്റെ ഒരു സംഭവം എനിക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. അവരുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അത് 70-30 റേഷ്യോയിൽ എന്താണ്, 30% മാത്രം കോളേജ് ഇട്ടാൽ മതി, ബാക്കി 70% ഗവൺമെന്റ് തരുന്നു. ആ രീതിയിൽ നമുക്കൊരു സംഭവം കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഫിസിക്കൽ സംഭവങ്ങളാണ്. ഇത് അവര് പറയുന്നത് വെർബലി പറയും, നമ്മളെ തളർത്താൻ നോക്കുമ്പോൾ ഞാൻ അത് ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് പ്രിൻസിപ്പൾ തന്നെയായിരുന്നു, അവിടുത്തെ പ്രിൻസിപ്പൾ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ട്രിവാൻഡ്രം ടെക്നോളജി എന്ന് പറഞ്ഞാൽ അന്ന് ഞാനും എന്റെ സ്റ്റുഡൻസും ആണ് ഇത് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. ഞാൻ പിന്നെ എന്റെ കൂടെ വേറെ 2-3 സാറന്മാരുണ്ടായിരുന്നു. ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ പ്രിൻസിപ്പളും ആ കോളേജിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാ സ്റ്റുഡൻസ് ആണ്. ഈ കാണുന്ന അടിച്ചിരിക്കുന്ന പെയിന്റ് വരെ അടിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്, എന്റെ IDC-ലെ കുട്ടികളാണ് ഇത് ചെയ്തേക്കുന്നത്. ചെയറുകൾ ഓർഡർ ചെയ്യാനും അത് പോയി വാങ്ങിക്കാനും, ഈ പറയുന്ന ആകെ നമുക്ക് ഉണ്ടായിരുന്നത് ഇതുപോലെ തൂണും ഈ ടൈൽസും ഇട്ട് ഒരു തറ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ലൈറ്റുകൾ, ഇപ്പൊ നിങ്ങൾ ഈ ലൈറ്റുകളൊക്കെ ശ്രദ്ധിച്ചറിയാം, ഈ ലൈറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് ബിന്ന്, നമ്മളെ വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ, അതിൽ കയറിൽ ചുറ്റിയാണ് ആ ഒരു ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന തടി ഇതെന്ന് പറയുന്നത് ഈ പണ്ടത്തെ നമ്മളെ ഡ്രോയിങ് ബോർഡ് ഉണ്ടല്ലോ, നമ്മളെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഗ്രാഫിക്സിന്റെ ഡ്രോയിങ് ബോർഡിന്റെ സ്റ്റാൻഡില് 2 സ്റ്റാൻഡ് ചേർത്ത് വെച്ചിട്ട് അതിൽ മുകളിൽ ഇത് നിങ്ങൾക്ക് കണ്ടാ അറിയാം, ഇത് 2 ബോർഡുകൾ ചേർത്ത് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു പല ഇട്ടിട്ട് അങ്ങനെയാണ് ആ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഈ പെയിന്റിങ്ങും ബാക്കി എല്ലാ പരിപാടിയും ചെയ്തിരിക്കുന്ന കുട്ടികളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പുറത്ത് വരച്ചിരിക്കുന്ന ഈ ആർട്ട് വർക്ക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അങ്ങനെ ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അവിടെ ഒരു ഇന്നോവേഷൻ സംഭവം കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് തന്നെ ഞങ്ങളെ ഫാക്കൽറ്റി ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റി. അവിടുത്തെ 2-3 ഫാക്കൽറ്റീസ് തന്നെ അവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങി.
ഇതാണ് ഞാൻ പറഞ്ഞ അരുൺ സാർ, പലർക്കും അറിയായിരിക്കും, ഡോക്ടർ അരുൺ സുരേന്ദ്രൻ. അപ്പോൾ അവിടെ തന്നെ ഒരു ഇലക്ട്രോണിക്സിന്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ മെക്കാനിക്കലിന്റെ HOD തന്നെ അവിടെ ഒരു കമ്പനി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം പിന്നെ 2 വർഷം കഴിഞ്ഞ് അവിടെ തന്നെ സ്പേസ് എടുത്തു. ഞങ്ങൾ അവിടെ തന്നെ ഇൻക്യുബേഷൻ ഫെസിലിറ്റി കൊടുത്തു. അപ്പൊ സാറിന് വേണ്ടത്, സാറ് HVAC ആണ്, HVACയുടെ അദ്ദേഹം HVACയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ എന്നെ പോലെ കോർപ്പറേറ്റിൽ നിന്ന് വന്ന് MTech എടുത്ത് ജോലിക്ക് ഇങ്ങനെ എഡ്യൂക്കേറ്റർ ആയിട്ട് വന്ന ആളാണ്. അപ്പൊ പുള്ളിക്കും എന്തൊക്കെ സപ്പോർട്ട് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായിട്ട് സാറ് ഒരു 3 കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് പ്രോജക്റ്റുകൾ എടുത്ത്, പഴയ കോണ്ടാക്ട്സ് വെച്ച് പ്രോജക്റ്റിൽ HVAC പ്രോജക്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതൊരു വലിയ കമ്പനിയായി. സാർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇപ്പോൾ കംപ്ലീറ്റ്ലി കമ്പനി C&T എഞ്ചിനീയേഴ്സ് എന്ന് പറയും, C&T എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനി അദ്ദേഹം നടത്തുന്നുണ്ട് ട്രിവാൻഡ്രത്തെ തന്നെ. HVAC, MEP ഇതിലൊക്കെയാണ് അദ്ദേഹം. അപ്പൊ എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ക്യാമ്പസിന്റെ അകത്ത് തന്നെ ഇങ്ങനെ തന്നെ സ്റ്റാർട്ടപ്പുകൾ, അതിന്റെ അകത്ത് സാറന്മാരിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ കുട്ടികൾ അതിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന കുട്ടികൾ നോക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, സാറന്മാര് ഇതിന്റെ കമ്പനി തുടങ്ങുന്നു. അപ്പൊ കുട്ടികൾക്ക് തന്നെ കാണാം എന്താണ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്, അവർക്ക് കാണാം ഇതാണ് റിയൽ ലൈഫിൽ നടക്കുന്ന എഞ്ചിനീയറിംഗ് എന്നുള്ളത് അവർക്ക് കാണാം. സാറന്മാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തോ ഇതില് സംഭവം ഉണ്ട്. അപ്പൊ ആ ക്ലയന്റ് വിസിറ്റ് ഇവിടെ തന്നെ ഞങ്ങൾ, ഇപ്പൊ ഇത് ഒരു 2 പേര് ഇരിക്കുന്നത് ക്ലയൻസുകളാണ്, അവര് തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ക്ലയന്റുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് കുട്ടികൾ കാണുന്നുണ്ട്, എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നതെന്ന് കാണുന്നുണ്ട്, എങ്ങനെയാണ് പ്രോജക്റ്റ് ഡെമോ ചെയ്യുന്നതെന്ന് കുട്ടികൾ കാണുന്നുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൊട്ടേഷൻ എടുക്കുന്നത് എന്നുള്ളത് കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് റിയൽ ലൈഫ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു കുട്ടികളുടെ മോട്ടീവ്. അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ മോട്ടീവ്. അപ്പൊ ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇപ്പോഴും സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ പാസ് ഔട്ട് ആയ കുട്ടികളും ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം പ്രചോദനമായത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് ഇതിന്റെ അകത്ത് ജോലി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടപ്പിന് ഈ പറഞ്ഞ പോലെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ജോലി കൊടുത്തു. അപ്പൊ സാറന്മാരുടെ കീഴിൽ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് രാവിലെ മുതൽ ക്ലാസ്, അത് കഴിഞ്ഞ് വൈകിട്ട് കുറച്ച് സമയം സാറന്മാരുടെ തന്നെ കമ്പനിയിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു. ആ ഒരു കൺസെപ്റ്റിൽ ഇത് ഭയങ്കര ഒരു സക്സസ് മോഡലായിട്ട് അന്നത്തെ CEO, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ഒക്കെ ഞങ്ങളെ വിളിച്ച് വളരെയധികം അനുമോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു മോഡൽ, ഫാക്കൽറ്റി ഓണർഷിപ്പ് മോഡൽ എന്ന് പറയുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്, ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിനൊക്കെ ഒരു കൂടെ നിൽക്കാൻ കഴിഞ്ഞത് എന്നെ വളരെ ഒരു സന്തോഷമായി തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ എന്നെ ഈ പറയുന്ന സാറ് എന്നെ ട്രെയിനിങ്ങിന് വിടുന്നുണ്ട്, പലതരം ട്രെയിനിങ്ങിന്. എവിടെ ട്രെയിനിങ് ഉണ്ടെങ്കിലും ഞാൻ പോകുന്നുണ്ട്. എംബർടെക് യുണൈറ്റഡ് നേഷൻസിന്റെ ട്രെയിനിങ്ങിന് പോയി. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ അതിന് എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഞാൻ ഫിസിക്കലി ഞാൻ ഇവിടെ കൊണ്ടുവരും എന്നുള്ള അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് ബിൽഡ് ചെയ്തെടുത്തത്. അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇത് സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഓപ്പൺ ആക്കി ഫ്രീ ഫോർ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യാം. അവിടുത്തെ ലാബിന്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. അപ്പം ലാബ് എന്ന് പറയുന്നത് KTU ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വെറും എന്താണ്, നമുക്ക് അവർ മാത്രം വളരെ ചുരുങ്ങി. അപ്പൊ അത് വെറുതെ മെഷീൻസ് ഒക്കെ വെറുതെ അവിടെ കിടക്കുന്നു. അപ്പൊ ആ മെഷീൻസ് യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആവണമല്ലോ. അപ്പൊ അവർക്ക് പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി മെഷീൻസ് ഫ്രീ ആയിട്ട് കൊടുത്തു. ലാബ് അസിസ്റ്റന്റ് അവരെ അസിസ്റ്റ് ചെയ്യുന്നു. സ്പേസ് വേണമെന്നുള്ളവർക്ക് സ്പേസ് കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് സ്പേസ് കൊടുക്കുന്നു. അപ്പൊ ഇതൊരു കോളേജിനൊരു മാർക്കറ്റിംഗ് ആണ്. എന്നെ കുറ്റം പറഞ്ഞവർക്ക് ഒരു ഡിഫെൻഡിങ് ഞാൻ കാണിച്ചു കൊടുത്തൊരു മാതൃകയാണ്. ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ലെവൽ കുറഞ്ഞു വന്നു. കാരണം ഇതെന്തൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾ അതിൽ നിന്ന് വളരെയധികം സന്തോഷമാണ്. കുട്ടികൾക്ക് പലർക്കും പ്ലേസ്മെന്റ്, കാരണം വലിയ പ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത സമയമാണ്. അപ്പൊ അവര് തന്നെ സ്വന്തമായിട്ട് ജോബ് കണ്ടെത്തുന്നുണ്ട്. ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അവര് തന്നെ ചിലര് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കമ്പനികളിലൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒന്നും വരാത്ത കമ്പനികളിൽ തന്നെ അവർ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് അവരുടെ തന്നെ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൽ. നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടായി. അപ്പോ
ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു CNC. അപ്പൊ അവിടെയാണ് വീണ്ടും ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എങ്ങനെയെങ്കിലും നമ്മൾ വെറുതെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. അപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും പിന്നെ പ്രൊഡക്ഷൻ ടെക്നോളജിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു CNC മെഷീൻ ഉണ്ട്. ഇതൊരു CNC മെഷീനാണ്, BFW എന്ന് പറയുന്ന കമ്പനിയുടെ CNC മെഷീനാണ്. ഈ CNC മെഷീന് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി, ഡെമോയ്ക്ക് വേണ്ടി മാത്രം വെച്ചിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് സാധനമാണ്. ഇതിൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാമെന്ന് മനസ്സിലാക്കി വിപിൻ ഗോപൻ എന്ന് പറയുന്ന സാറ് ഇത് ഇതിന്റെ ട്രെയിനിങ് എടുത്ത് സാറ് പലരെയും സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഞാനും പഠിച്ചു. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അതിന്റെ ലാബ് ഇൻചാർജോ ഒന്നുമല്ല. പക്ഷെ എനിക്കൊരു കൗതുകം തോന്നി, CNC എന്ന് പറയുന്നത് എന്തോ ഒരു ഫ്യൂച്ചർ സംഭവം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സാറിനോട് പറഞ്ഞു, ഇനി നമുക്ക് 3D പ്രിന്റിംഗ് എന്നുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്, നമുക്കൊരു 3D പ്രിന്റർ വാങ്ങിക്കാം. അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ ഒരു 30,000 രൂപയുള്ളൂ സാധനം അന്നത്തെ സമയത്ത്. ഇപ്പോഴതിലും കുറവാണ്. 30,000 രൂപയ്ക്ക് ഒരു 3D പ്രിന്റർ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവര് തന്നെ അപ്പൊ സാറ് സമ്മതിച്ചു. അങ്ങനെ ഈ IEDCയുടെ ഫണ്ടിൽ നിന്ന് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഓരോ ലക്ഷം രൂപ വീതം ഓരോ വർഷം തരും. അപ്പൊ നമ്മൾ ആ ഇവന്റ്സ് നടത്തിയതിനു ശേഷം കുറച്ച് ഫണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്തായിരുന്നു. ആ ഫണ്ടിൽ നിന്ന് 30,000 രൂപ എടുത്ത് ഞങ്ങൾ ഒരു 3D പ്രിന്റർ വാങ്ങിച്ചു. അറിയത്തില്ല, നമ്മള് കണ്ടുപിടിക്കുകയാണ്, നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ്. ഇതിന്റെ ഫയലുകൾ നമുക്ക് അറിയത്തില്ല, ഫയൽ എന്താണെന്നുള്ളത്. അപ്പൊ ഫയൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമെന്ന് മനസ്സിലായി. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു, അതെടുക്കുന്നു, ഇതിൽ ഫിലമെന്റ് വാങ്ങിക്കുന്നു, നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ചെയ്ത് പഠിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആവശ്യം ഉണ്ടോന്ന് വെച്ചാൽ നമ്മുടെ സിലബസിൽ ഇല്ല. അപ്പൊ ഞാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്കൊരു കൗതുകം തോന്നി, ഇതിലെന്തോ സംഭവം ഉണ്ടെന്ന് രീതിയിൽ ഞാൻ അന്ന് സ്വന്തമായിട്ട് ഇത് പഠിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു, വർക്ക്ഷോപ്പ് എടുക്കും. അപ്പൊ ഞാൻ പഠിക്കുന്നത് കുട്ടികളെ എടുക്കുന്നത് വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് എനിക്ക് IEDCയിൽ ഒരു ഇവന്റ് ആക്കാം. ഞാൻ എന്ത് ഔട്ട് ഓഫ് പഠിക്കുന്നതോ അത് അപ്പൊ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള സാറന്മാരോ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ സാറ്, ഞാൻ പറഞ്ഞല്ലോ വിപിൻ ഗോപൻ സാറ്. ഇപ്പൊ CNC സാറ് പഠിച്ചിട്ട് വന്നിട്ട് സാറ് വെറുതെ ഒരു ക്ലാസ് എല്ലാം എടുത്ത് അത് സാറ് ഞങ്ങളുടെ അവിടുത്തെ സാറന്മാരെ വേണ്ടിയിട്ടൊരു FDP എടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളിത് പുറത്തുള്ള കോളേജിലുള്ള ഫാക്കൽറ്റീസിന് വേണ്ടി FDP എടുക്കും, പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓരോന്നും ഓരോ ഇവന്റാണ്, ഓരോന്നും ഓരോ ഇവന്റായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് വളരെ തുച്ഛമായ ഫീസിൽ വന്നിട്ട് അവർ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അവർ ഈ 3D പ്രിന്റിൽ ചെയ്യുന്ന ഒരു പാർട്ട് അവർക്ക് കൊടുക്കുന്നു. അതൊരു ഹാപ്പിനെസ് ആണ്, ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പാണ്. അവർക്കൊരു പുതിയൊരു കൗതുകമായിരിക്കും, അവർ പുതിയൊരു സംഭവം പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പല രീതിയിലുള്ള CNCയിലെ വർക്ക്ഷോപ്പുകളും 3D പ്രിന്റിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് IEDCയുടെ ബാനറിൽ. അപ്പൊ IEDCക്ക് ഒരു പ്രോഗ്രാമായി, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രോഗ്രാമായി, കുട്ടികൾക്ക് ഔട്ട് ഓഫ് ദി സിലബസ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടൊരു സംഭവം പഠിക്കാൻ പറ്റി. ഞങ്ങളുടെ കോളേജിലുള്ള സാറന്മാർക്ക് പുതിയൊരു ഒരു ടെക്നോളജി പഠിക്കാൻ പറ്റി. പുറത്തുനിന്നുള്ള സാറന്മാർക്ക് ഒരു FDP കൊടുക്കാൻ പറ്റി. പുറത്തുള്ള കോളേജിൽ ഈ ഫെസിലിറ്റി ഇല്ലാത്ത കോളേജിലെ കുട്ടികൾ, താല്പര്യമുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടായി. അപ്പൊ എങ്ങനെ കുറെ ഇവന്റ്സുകൾ ഞങ്ങൾ ചെയ്തു. സോ ഈ സമയത്ത് തന്നെ ഈ പറയുന്ന വീണ്ടും സ്റ്റാർട്ടപ്പ് എന്നുള്ള, കാരണം സ്റ്റാർട്ടപ്പിനെ കുറിച്ച് കൂടുതൽ പഠിച്ചല്ലോ, സ്റ്റാർട്ടപ്പിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം എനിക്ക് ഒരു സ്റ്റേജിൽ തോന്നി, അതായത് HOD ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, മറ്റ് പലരും. ഇപ്പൊ ഞാൻ ഈ പ്രീച്ചിങ് അല്ലേ കിടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഒരു സമയത്ത് ഒരു കുട്ടി എന്നോട് ചോദിക്കും, സാറ് ഈ പറയണത് സാറിനൊന്നും തുടങ്ങിക്കൂടെ, സാറ് ഞങ്ങളെ പറയുന്നുണ്ടല്ലോ ഇപ്പൊ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പൈസ ഇറക്കുക, അല്ലെങ്കിൽ പൈസ ഫണ്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് സാറിനൊരെണ്ണം ചെയ്തുകൂടെ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും വേണോ എനിക്ക് നേരെ വരാം എന്ന് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ സമയത്ത് ഒരു സ്റ്റാർട്ടപ്പ്, അപ്പൊ ഇതിനെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണല്ലോ നമ്മളുടെ കോവിഡ് എന്ന് പറയുന്ന അപ്പൊ അത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പലരുടെയും മെന്ററായിട്ട്, പല സ്റ്റാർട്ടപ്പിന്റെയും മെന്ററായിട്ട് നിന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയില്ല. അപ്പൊ ആ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ള ആവശ്യം വന്നത് കോവിഡ് സമയത്താണ്. ഞങ്ങള് കോവിഡ് സമയത്ത് കോവിഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാറി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും കോളേജിലേക്ക് തിരിച്ച് ഫാക്കൽറ്റീസിനെ വിളിപ്പിച്ചു, സ്റ്റുഡൻസ് ഇല്ല, ഫാക്കൽറ്റീസിനെ വിളിപ്പിച്ചു. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സാറന്മാരെല്ലാം കൂടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ
ഒന്നുമില്ലല്ലോ, ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്തിട്ട് നിങ്ങളെ ആലോചിച്ചുണ്ട് വേറെ എന്തെങ്കിലും ഒന്നും കൂടെ തുടങ്ങണം. ഇത് മാത്രം പറ്റൂല. കാരണം നമുക്ക് ഗവൺമെന്റ് ജോബ് അല്ല. ഇത് മാത്രം ശരിയാവൂല. വർക്ക്ഷോപ്പുകളും മറ്റേ ഫണ്ടുകൾ കൊണ്ടുവരാം. ഫണ്ടുകൾ നമുക്ക് പലയിടത്തുനിന്നും നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 1 ലക്ഷം കിട്ടുന്നുണ്ട്, അല്ലാതെ മറ്റ് പല പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൽ നിന്നൊക്കെ നമ്മൾ ഫണ്ട് കൊണ്ടുവരും. പക്ഷെ അതെല്ലാം നമ്മുടെ കോളേജിലേക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ്. നമുക്ക് പേഴ്സണലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാം ഈ ഒരു ഇവന്റ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടോ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഈ കിറ്റുകൾ, ഇലക്ട്രോണിക്സ് കിറ്റുകളും മറ്റും വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം അതിനു വേണ്ടിയാണ് നമ്മൾ പക്ക ഓഡിറ്റഡ് ആണ്. ഇതെല്ലാം നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ട്, കാരണം ഇനി ഒരു ചോദ്യം വരരുത്, നമ്മളെ താഴ്ത്താൻ വേണ്ടി അവിടെ ചട്ടം കെട്ടിയ ഒരാളെ ഇരിപ്പുണ്ട്. അവരെന്തെങ്കിലും എമ്മമാർ ഇതിൽ നിന്ന് പറ്റിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഉടനെ ഇതെടുത്ത് നമുക്ക് വീശണം. ഇത് നമ്മൾ ചെയ്തത്, ഞങ്ങൾ വാങ്ങിച്ചത്, ഞങ്ങൾ കിട്ടിയ ഫണ്ട്, ഇതെല്ലാം ഓഡിറ്റഡ് ആണ്. പക്ക അവര് കോളേജ് ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഓഡിറ്റ് ചെയ്ത് ഞങ്ങൾ കാണിക്കും. ഫൈനാൻഷ്യലി ഇങ്ങനെ ഈ വർഷം ഇത്ര വന്നു, ഞങ്ങൾ ഇത്ര ചിലവാക്കി, ഇത്രയും ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ആ കോവിഡ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് ഓഫീസിലേക്കും അതുപോലെ തന്നെ വീടുകളിലേക്കും, പലവരും വീട് പൂട്ടിയിട്ടിട്ട് ചിലർ ബാംഗ്ലൂരു അല്ലെങ്കിൽ അവരൊക്കെ സ്റ്റക്കായി പോയെന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ തുടങ്ങിയ ഒരു സംഭവമാണ് എൻക്ലീനേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ഒരു സ്റ്റാർട്ടപ്പ്. ഒന്നുമില്ല, സർവീസാണ്. ടെക്നിക്കൽ സംഭവങ്ങൾ ഒന്നുമില്ല, സർവീസ് മാത്രമാണ്. എൻക്ലീനേഴ്സ് എന്നുള്ള പേര് എന്ന് വെച്ചാൽ എഞ്ചിനീയർഡ് ക്ലീനിങ്. കാരണം ഞങ്ങളെല്ലാം എഞ്ചിനീയേഴ്സ് ആണല്ലോ. അപ്പൊ എഞ്ചിനീയർ ക്ലീനിങ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന വേറെ ഒന്നുമില്ല. അപ്പം ക്ലീനിങ് ആണ്, അതായത് ഡിസ്ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ക്ലീനിങ് ആണ്. അപ്പൊ റെസിഡൻഷ്യൽ ക്ലീനിങ്, വാട്ടർ ടാങ്ക് ക്ലീനിങ്, അതുപോലെ ഓഫീസ് ക്ലീനിങ്. അത് ഓഫീസിലേക്ക് തിരിച്ചു വരും മുമ്പേ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ഞങ്ങളുടെ സ്റ്റാഫ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്ത്, കാരണം ആ ഒരു ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യരുത്. കോവിഡ് എന്ന് പറയുന്ന അതിനെ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളൊരു മൊബൈൽ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു. ഈക്കോ, അതെ, മാരുതി ഈക്കോയുടെ ഒരു വണ്ടി വാങ്ങിച്ച് അതിനെ ഞങ്ങൾ തന്നെ മോഡിഫൈ ചെയ്തു. മോഡിഫൈ എന്ന് വെച്ചാൽ ബാക്ക് കംപ്ലീറ്റ് സീറ്റൊക്കെ മാറ്റി ഞങ്ങൾ അതിൽ ഫുൾ മെഷീൻ വെക്കുന്ന രീതിയിൽ ജർമ്മൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലീനിങ് മെഷീൻസ് അത് നമുക്ക് ഇവിടെ കിട്ടും. ജർമ്മൻ ഇമ്പോർട്ടഡ് നമ്മൾ നാട്ടിൽ കിട്ടും. അത് വാങ്ങിച്ചു. SBI നിന്ന് നമ്മൾ മുദ്ര ലോൺ എന്നുള്ള സംഭവം അതെടുത്തു. അങ്ങനെ ലോണൊക്കെ എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്തു എൻക്ലീനേഴ്സ് എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഇത് കോവിഡ് ആ ഒരു പീക്ക് ടൈമിൽ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് ഡെയിലി ഞങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 2 സ്റ്റാഫ് 2 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞങ്ങൾ പോകുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എല്ലാ ദിവസവും കോളേജിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ ഞങ്ങൾക്ക് പോയാൽ മതി. അപ്പൊ ഞങ്ങളും മാറിപ്പോകും. ഞാനും എല്ലാവരും ക്ലീനിങ്ങിന് വേണ്ടി പോകും. ഓഫീസ് ക്ലീനിങ്ങോ, ഇപ്പൊ വീടോ, അപ്പോൾ വാട്ടർ ടാങ്ക് ക്ലീനിങ്ങോ, അങ്ങനെയുള്ള സോഫ ക്ലീനിങ്, ഇങ്ങനെയുള്ള പല ഡിഫറെന്റ് മെഷീൻസ് വെച്ച് ഞങ്ങളും ക്ലീനിങ്ങിന് പോകുമായിരുന്നു. 2 സ്റ്റാഫ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മൊബൈൽ യൂണിറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കോവിഡൊക്കെ മാറി, ഇനിയിപ്പം ഞങ്ങളുടെ ആവശ്യം വരില്ല എന്ന് പറഞ്ഞ് മനസ്സിലായി. അപ്പൊ ഇതെന്താണ് കുറഞ്ഞു വന്നു. അപ്പൊ ഞങ്ങൾ പതുക്കെ ഇത് വില കൂടിയ മെഷീൻസ് ആണല്ലോ, പല മെഷീൻസ് ഞങ്ങൾ വിറ്റതിന് ശേഷം ഞങ്ങൾ ഇത് വേറെ ഇതായിരുന്നു ഞങ്ങളുടെ വണ്ടി എന്ന് പറയുന്നത്. ഈക്കോ ഞങ്ങളിത് മോഡിഫൈ ചെയ്തു. ഞങ്ങൾ പിന്നെ എന്ത് ക്ലീനിങ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് മാറിയിട്ട് ഞങ്ങള് ഒരു വേസ്റ്റ് ഡിസ്പോസൽ, അത് സർവീസാണ്. ഞങ്ങൾക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതേ ബ്രാൻഡിൽ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനി രജിസ്ട്രേഷനിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാരണം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് ക്ലീനിങ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ അത് രജിസ്റ്റർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ അവർ പറയും ഏതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ എൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, എങ്കിലും കുറച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ കമ്പനി എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇലക്ട്രോണിക്സ് നിങ്ങൾ മാനുഫാക്ചറിങ് ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട് മാനുഫാക്ചറിങ് ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു 2-3 ഫേസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓപ്പൺ ചെയ്ത് ഇന്ന കാര്യങ്ങളും കൂടെ ഞങ്ങളുടെ കമ്പനി ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഞങ്ങൾ ഇട്ടിരുന്ന ഒരു ഇതാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ക്ലോസ് വെച്ച് തന്നെ നമുക്ക് ആ കമ്പനിയെ വേറൊരു രീതിയിലേക്ക് ഞങ്ങൾ മോഡിഫൈ ചെയ്തു. അതായത്
സാനിറ്ററി വേസ്റ്റ്. നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ഡിസ്പോസൽ, ഇപ്പൊ നാട്ടില് ഹരിതകർമ്മ സേന വന്ന് പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റുകളും എടുക്കും. അന്നത്തെ സമയത്ത്, ഇത് ഞാൻ പറയുന്നത് ഒക്ടോബർ 2020 സമയത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാനിറ്ററി വേസ്റ്റ് ഇല്ല. ഡയപ്പർ, അതുപോലെയുള്ള അഡൽട്ട് ഡൈപ്പേഴ്സ്, ചൈൽഡ് ഡൈപ്പേഴ്സ് എന്നിങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ കെട്ടി എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് പെട്രോളോ മണ്ണ് വാങ്ങിച്ച് കത്തിക്കും. അത് കംപ്ലീറ്റ്ലി കത്തത്തില്ല. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഞങ്ങളുടെ അന്വേഷണം അവസാനിച്ചത് കീൽ എന്ന് പറയുന്ന കൊച്ചിയിലുള്ള ഒരു പ്ലാന്റിലാണ്. അവിടെ ഒരു ബയോമെഡിക്കൽ ഇൻസിനറേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. സാറേ സമയം ഇനി കുഴപ്പമില്ല സാറ് കണ്ടിന്യൂ ചെയ്തോളൂ. സാറേ കണ്ടിന്യൂ ചെയ്യൂ. കാര്യം നമുക്കേ സാറ് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഇപ്പോഴും 100 പേരുണ്ടല്ലോ, അവർ പോയിട്ടില്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ശരി സാർ. ഓക്കെ ഓക്കെ തീരാറായി, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ ഓക്കെ. അപ്പൊ ഞങ്ങൾ കീൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, കീലിലും പാലക്കാട് ഒരു സ്ഥലത്തുമാണ് നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ വേസ്റ്റ് എല്ലാം ഇൻസിനറേഷൻ ചെയ്തത്, കത്തിച്ച് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന 2 സ്ഥലങ്ങളാണ് ഗവൺമെന്റിന്റെ ആയിട്ടുള്ളത്. ഒന്ന് കീൽ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രൈവറ്റ് ഒരു ഒരു പാർട്ട്ണർഷിപ്പിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ഗവൺമെന്റ് കൺട്രോളിലാണ്. പിന്നെ ഉള്ളതൊന്ന് പാലക്കാട്. അപ്പൊ അവരാണ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള വേസ്റ്റുകളുണ്ടല്ലോ, അത് മെഡിക്കൽ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന്, പ്ലാസ്റ്റിക് കാണും, മറ്റേ എല്ലാ പഞ്ഞി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണും, സിറിഞ്ച്, ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വലിയ ഇൻസിനറേഷൻസ് ആണ് അവിടെ. ഇൻസിനറേഷൻസ് ചെയ്ത് അതിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിനെ പിന്നെ ലാൻഡ് ഫില്ല് ചെയ്യുന്നു. അത് കളമശ്ശേരിയിലാണ് അവിടെ ലാൻഡ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഈ ഡൈപ്പർ എങ്ങനെ നമുക്ക് കത്തിച്ചല്ലെങ്കിൽ നശിപ്പിച്ച് കളയാന്നുള്ളത് നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ടെമ്പറേച്ചറിലൊന്നും ഇത് നശിക്കത്തില്ല. പിന്നെ പലരും പല വീഡിയോസും യൂട്യൂബിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഇതിന്റെ അകത്തുള്ള ആ ജെല്ല് എടുക്കുന്നു, ജെല്ല് വെള്ളത്തിൽ ഉപ്പിലിട്ട് കലക്കുന്നു, ഈ പ്ലാസ്റ്റിക് കത്തിച്ച് കളയുന്നു. ആ ജെല്ല് ഉള്ളതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് കത്താത്തത്. അപ്പൊ ഈ ജെല്ലിന് വെള്ളവും കൂടെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മണ്ണിൽ ഒഴിക്കുന്നു. പക്ഷെ അത് സാൾട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അത് അലിഞ്ഞു പോകും. പക്ഷെ എത്ര പേര് ഇത് ഒരു സിറ്റി ലൈഫിൽ, ഒരു ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ എത്ര പേര് ഇത് ചെയ്യും? എത്ര പേര് ഇത് ഡേർട്ടി ആയിട്ടുള്ള സംഭവം കൈകൊണ്ട് എടുത്ത് കട്ട് ചെയ്ത് ഇതിനെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും? ചെയ്യത്തില്ല. അത് വളരെ അപൂർവമാണ്. അത് യൂട്യൂബിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അത് പക്ഷെ ആരും ചെയ്യത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. അപ്പൊ കീലുമായിട്ട് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തു. അപ്പൊ ഇത് പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം, പ്രോജക്റ്റ് പ്രപ്പോസൽ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ട്രെയിനിങ് അത് നമുക്ക് IEDC നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്കത് അറിയായിരുന്നു. അപ്പൊ ഞാനും 3 സാറന്മാരുമാണ് ഈ കമ്പനി, ഞാൻ പറഞ്ഞ പോലെ എൻക്ലീനേഴ്സ്. മൊത്തം 4 സാറന്മാർ ചേർന്നിട്ടുള്ള ഒരു കമ്പനിയാണ് എൻക്ലീനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ കൂടെ 2-3 സ്റ്റുഡൻസും ഉണ്ടായിരുന്നു, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2-3 സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ 4 പേരുടെ പേരിലായിരുന്നു. പാർട്ണർഷിപ്പാണ്, ഈക്വൽ പാർട്ണർഷിപ്പ്. അപ്പൊ ഞങ്ങൾ ഗവൺമെന്റിന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു. ഇതിന്റെ ദൂഷ്യവശങ്ങൾ എത്ര പെർസെന്റേജ്, ഞങ്ങളൊരു സർവേ ഒക്കെ എടുത്തു. ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു സർവേ എടുത്തു, എത്ര പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അഡൽട്ട് ഡൈപ്പേഴ്സ് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, ചൈൽഡ് ഡൈപ്പേഴ്സ് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ ഡിസ്പോസൽ ചെയ്യുന്നത്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പലതും. കാരണം പലരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആരുടെയും പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അവർ ഡിസ്പോസ് ചെയ്യുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഞങ്ങളിത് റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോ ഇത് ഗവൺമെന്റും ഈ കീലും കൂടെ ചേർന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് ഈ വേസ്റ്റ് അവിടെ 2-3 പ്ലാന്റ് ബയോമെഡിക്കൽ ഇൻസിനറേഷൻ ഉണ്ട്, സാനിറ്ററി വേസ്റ്റ് കത്തിക്കാൻ വേണ്ടി മാത്രം അവരൊരു പ്ലാന്റ് അവിടെ ഇറക്റ്റ് ചെയ്യാമെന്ന് അവര് സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ കൊടുക്കുന്ന വേസ്റ്റിന് ഞങ്ങൾ കാശ് അങ്ങോട്ട് കൊടുക്കണം. അതായത് ഇത്ര കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. കാരണം അവരും വളരെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ അത് എന്ത് ചെയ്യുന്നു, ഓക്കെ പറയുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ട്രിവാൻഡ്രം സിറ്റിയിലാണ് ഇതിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ 2021 തുടക്കം മുതൽ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 2 സ്റ്റാഫേ ഉള്ളൂ, ഒരു വണ്ടിയേ ഉള്ളൂ. നമുക്ക് കൂടുതൽ ഏരിയ പിടിക്കുന്നില്ല. ട്രിവാൻഡ്രം സിറ്റി മാത്രമാണ്, സിറ്റിക്കകത്തുള്ള ഫ്ലാറ്റുകളും വീടുകളും. അപ്പം അഡൽട്ട് ഡൈപ്പേഴ്സോ അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഒരു നിവർത്തിയില്ല. അപ്പം
ചിലർ കെട്ടിക്കൊണ്ട് കളയും. സാമൂഹിക ബോധമുള്ളവർ ഞങ്ങളെ വിളിക്കും. അപ്പൊ ഞങ്ങളും പറയുന്നതാണ്, അല്പമെങ്കിലും പ്രകൃതിയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ അല്പമെങ്കിലും സാമൂഹിക ബോധമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. നിങ്ങൾക്ക് അല്പം കാശ് മുടക്കാൻ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളിത് സേഫ് ആയിട്ട്, അപ്പോൾ കാശ് തരാൻ വില്ലിങ് ആയിട്ടുള്ള, ഇത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാൻ ഉറപ്പ് ഉള്ള, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അത് ഞങ്ങൾ ഒരിക്കലും കൊണ്ട് തോട്ടിക്കളയില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഉള്ള കുറെ ആൾക്കാർ. അപ്പൊ ആദ്യം ഞങ്ങളുടെ ക്ലയൻസ് എല്ലാം ഫ്ലാറ്റിൽ താമസിക്കുന്ന ഡോക്ടേഴ്സും അങ്ങനത്തെ ഉള്ള ആൾക്കൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഒരു പറയുന്ന പോലെ ഞങ്ങൾക്കും വളരെ വിഷമമുണ്ട്, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയൂടാ, അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചത്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഏരിയ മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു നോർമൽ കുട്ടികളുടെ ഡൈപ്പേഴ്സ് ആണെങ്കിൽ ഒരാഴ്ച ഇത്ര കിലോ ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ അതിനൊരു സബ്സ്ക്രിപ്ഷൻ റേറ്റ് കൊടുക്കും. ഇപ്പൊ അഡൽട്ട് ഒക്കെ ആണെങ്കിൽ വേരി ചെയ്യും, അതിന്റെ വെയിറ്റ് ഒക്കെ വേരി ചെയ്യും. അപ്പൊ അതിന് നമ്മൾ തൂക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഇൻസിനറബിൾ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട്, അതിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ ഇൻസിനറേഷന്റെ അകത്ത് നമ്മളത് അവര് ബേൺ ചെയ്യും, കീഴിലുള്ളവർ ബേൺ ചെയ്യും. അപ്പൊ ഞങ്ങൾ ആ ബാഗ് വാങ്ങുന്നു, ആ ബാഗ് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. ഓരോ ആഴ്ചയും ഓരോ ബാഗ് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നു. അതിൽ അവർ ഫില്ല് ചെയ്ത് കെട്ടി പുറത്ത് വയ്ക്കുന്നു. ഞങ്ങൾ ഓരോ ദിവസം ഓരോ ഏരിയയാണ് ഞങ്ങൾ റൂട്ട് മാപ്പ് ഫോളോ ചെയ്യുന്നത്. അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, ഇത് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ ഉണ്ട്, കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള എല്ലാ അവരെന്തിനാ വിളിക്കണം ചോദിക്കും. സെന്റർ ഉണ്ട്, അവിടെ സെന്റർ എല്ലാ ആഴ്ചയും ഞങ്ങളിത് കൊച്ചിയിൽ കൊണ്ടുപോകുന്നു, കൊച്ചിയിൽ കൊണ്ടുവന്ന് ഇത് കൊടുക്കുന്നു. അപ്പൊ ഇതിനൊരു റേറ്റ് ഞങ്ങൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒരു റേറ്റ് കീഴിലും കൊടുക്കുന്നുണ്ട്, ഇത്ര കിലോയ്ക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ അത് ബേൺ ചെയ്യാനായിട്ടുള്ള കൊടുക്കുന്നുണ്ട്. ഇതൊരു സർവീസാണ്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് ലാഭം ലഭിക്കുന്നുണ്ട്. കാരണം 2 വർക്കേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കേണ്ട സാലറി നമ്മൾ കൊടുക്കുന്നുണ്ട്. അവര് പിന്നെ അതുപോലെ വണ്ടിക്കുള്ള മെയിൻ്റനൻസും പെട്രോൾ ചെലവും ഡീസൽ ചെലവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതൊരു സർവീസാണ്. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ സ്ഥലത്തില്ല, ഞാനിപ്പോ അതിലൊരു പാസീവ് മെമ്പർ ആണെന്നേ ഉള്ളൂ. വേറെ 3 സാറന്മാർ ഇപ്പോഴും ഇൻവോൾവ് ആയി ഇത് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ രാജധാനി കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഞാൻ 21-ന് ശേഷം രാജധാനി കോളേജ് ജോയിൻ ചെയ്യുന്നു. അവിടെയും എനിക്ക് ACT ഐഡിയ ലാബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യം അതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായി. ഞങ്ങള് ആദ്യത്തെ കേരളത്തിലെ 3 കോളേജുകളിൽ ഒന്നായിരുന്നു. അതായത് ഫസ്റ്റ് ബാച്ച് ഓഫ് ACT ഐഡിയ ലാബ്. ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ അന്ന് 3 കോളേജിനെ കിട്ടിയിട്ടുള്ളൂ. അതിൽ ഒരു കോളേജ് നമ്മുടെ കോളേജാണ്. പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു TKM കോളേജാണ്. പിന്നെ വേറൊന്ന് ഒരു കോളേജും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, എറണാകുളത്തുള്ള. അപ്പൊ ഫസ്റ്റ് ബാച്ച്, ഇപ്പൊ ACT ഐഡിയ ലാബ് ഒരുപാട് പേർക്ക് ഫസ്റ്റ് ബാച്ചിൽ. അപ്പൊ ആദ്യം എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്തു, ആദ്യമേ കയറി പിടിച്ചു 1.1 crore ACT ഐഡിയ ലാബ് സാങ്ഷൻ ചെയ്തു. 1.1 crore നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷീൻസ് മറ്റു കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അപ്പൊ 3D പ്രിന്റർ ഉണ്ട്, CNC റൂട്ടർ ഉണ്ട്, ലേസർ പ്രിന്റേഴ്സ് ഉണ്ട്, റോബോട്ടിക് ആം ഉണ്ട്. ഇതെല്ലാം സ്റ്റുഡൻസിന് വർക്ക്ഷോപ്പ് കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ രാജധാനി കോളേജിൽ കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അതിന്റെ ടെക്നിക്കൽ ഗുരുവായിട്ട് എനിക്ക് പല സ്ഥലങ്ങളിലും ഡൽഹിയിലും പൂനെയിലും ഒക്കെ പോയി ട്രെയിനിങ് എടുത്ത് തിരിച്ചു വന്ന് കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ ഓപ്പർച്യൂണിറ്റീസ് പോവാമോ എന്ന് ചോദിക്കും, പലരോടും ചോദിക്കും. പറ്റില്ല എന്ന് പലരും ഒഴിഞ്ഞു മാറും. ഞാൻ ചാടി കയറി പിടിക്കും. കാരണം ഇതിന് എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് കിട്ടും. ഇത് എനിക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ഒന്ന്, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി. ഇത് കോളേജിന് ഒരു ബ്രാൻഡിങ് ആണ്. അതിനുശേഷം പല കോളേജുകളും ICT ഐഡിയ ലാബ് അപ്ലൈ ചെയ്യാൻ നേരത്തെ ഞങ്ങളുടെ അടുത്താണ് വരുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, എന്തൊക്കെയാണ് കാണിക്കേണ്ടത്, എന്തൊക്കെ. അപ്പൊ കിട്ടിയതിന് ശേഷം അവർ വരും, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, ഏതൊക്കെ വെൻഡേഴ്സ് നിന്ന് വാങ്ങിക്കണം. ഇങ്ങനെ പല രീതികളും നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളത് ചാടി പിടിച്ചതുകൊണ്ടാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചാടി പിടിച്ചതുകൊണ്ടാണ്. ഇത് പോളിടെക്നിക്കിന് എനിക്ക് ഓപ്പൺ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഷൈൻ സാർ അത് നോക്കുക, നല്ലൊരു സംഭവമാണ്. ഇത് കിട്ടിയാൽ
നല്ല കുട്ടികൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. നല്ലൊരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഞാൻ അതൊരു 2 വർഷത്തിന് ശേഷം ഞാൻ കാനഡയിൽ വന്ന് ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ജോബ് വളരെ പാടാണ്. പലർക്കും ജോബ് കിട്ടാൻ ഇവിടുത്തെ ഇപ്പോൾ പല ന്യൂസും കേൾക്കുന്നുണ്ടായിരിക്കും, ഇവിടെ പല ജോബുകളും കിട്ടാം. അപ്പൊ ആദ്യം ഞാൻ പ്രതീക്ഷിച്ചത് വാൾമാർട്ടിൽ എങ്ങാനും ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോൾ സെന്റർ, അത് മാത്രമേ ഉള്ളൂ. ഞാനൊരു കാനഡ ബിസി സിറ്റിയിലല്ല താമസിക്കുന്നത്, അത് ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ബീച്ചാണ് കൂടുതലും, ഹാർബർ ജോബുകളാണ് കൂടുതലും. അപ്പോ അങ്ങനെ എന്തെങ്കിലും ജോബ്, ഒന്നുകിൽ ഒരു മാളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ, അല്ലെങ്കിൽ തൽക്കാലം അത് മതി, അതിനുശേഷം വേറെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പ്രോട്ടോകേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് കേൾക്കുന്നത്. അവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സാധനം. ഇത് ഒരു സ്പെഷ്യൽ ഫോട്ടോയാണ് എനിക്ക്. ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഒരു വിന്റർ ടൈമിലായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ നാട്ടിൽ എംടെക് ആയപ്പോ തന്നെ ഓവർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പലർക്കും അറിയായിരിക്കും. ഇപ്പൊ സാറന്മാരിപ്പോ കോളേജിൽ പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, എന്തായിരിക്കും റിയാക്ഷൻ നമ്മുടെ നാട്ടില്? സാറിന് ടെക്നിക്കൽ നോളജ് ഇല്ലല്ലോ, ബുക്കിഷ് നോളജ് അല്ലേ ഉള്ളൂ, കുട്ടികളെ പഠിപ്പിക്കാനല്ലേ അറിയൂ, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ അറിയാമെന്നുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചോദ്യമേ വന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ടെക്നിക്കലി എന്തെങ്കിലും അറിയാമോ എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ബാക്കി എല്ലാം അവർ ട്രെയിൻ ചെയ്തെടുത്തോളൂ. ഓരോ ഇൻഡസ്ട്രിയിലും അവർക്ക് ആവശ്യമുള്ളത് അവർ ട്രെയിൻ ചെയ്തോളൂ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ നാട്ടിലും നടക്കേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ട്രെയിനിങ്ങിന് ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ കോളേജിൽ നിന്ന് കംപ്ലീറ്റ് പഠിപ്പിച്ച് അങ്ങ് കൊണ്ടുവിടുക എന്നുള്ളതാണ്. നമ്മള് ഒരു ബേസ് മാത്രമേ കോളേജിൽ പഠിപ്പിച്ച് എടുക്കാൻ പറ്റൂ. ഓരോ ഇൻഡസ്ട്രിയിലും മെഷീൻ ഡിഫറെന്റ് ആണ്, പ്രോസസ്സ് ഡിഫറെന്റ് ആണ്, പ്രൊസീജിയർ ഡിഫറെന്റ് ആണ്. ഒരു ബേസിക് നോളജുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ ട്രെയിനിങ് ചെയ്ത് അവരുടെ നീഡിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം, എടുക്കണമെന്നാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു. പക്ഷെ എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ഒഴിവ് സമയങ്ങളിൽ ഞാൻ പഠിച്ചെടുത്ത CNC, 3D പ്രിന്റിങ്, ഇതൊക്കെയാണ്. ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബുക്ക് ഞാൻ ചാടിപ്പിടിച്ച് ഞാൻ പഠിച്ച് എടുത്ത സാധനങ്ങൾ, ഞാൻ ഓപ്പർച്യൂണിറ്റി കണ്ട് എടുത്ത് എന്റെ റിസ്കിൽ ഞാൻ പഠിച്ചെടുത്ത് കുറെയൊക്കെ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത് പലരുടെയും മുഖം കറുപ്പിച്ചുകൊണ്ട് ഞാൻ പോയി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരു പ്രൊഫസറായിരുന്നു, അതൊന്നും അവർ നോക്കിയില്ല. എനിക്ക് അഡീഷണൽ എന്ത് സ്കില്ല് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ CNC പഠിച്ചിട്ടുണ്ട് നാട്ടില്, 3D പ്രിന്റിങ് ഞാൻ സ്വന്തമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ വർക്ക്ഷോപ്പ് എടുത്തിട്ടുണ്ട്, ഇത്ര ഇവന്റ് എടുത്തിട്ടുണ്ട്. അവരത് നോക്കിയതേ ഉള്ളൂ. ഓക്കെ, അവരെന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ അതിനുശേഷം എനിക്ക് ട്രെയിനിങ് തന്നു. ഞാനിപ്പോ ഈ മെഷീൻസ് ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് CNC, 5 ആക്സിസ് വെർട്ടിക്കൽ മില്ലിങ്, ഇത് ലെയ്ത്ത്, ഇത് വേറൊരു ജാപ്പനീസിന്റെ ഒരു മെഷീനാണ്, ഹൈ എൻഡ് CNC മെഷീനാണ്, മെക്സൂര എന്ന് പറയും. ഈ മെഷീൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ കമ്പനിയിൽ കൂടുതലും പാർട്സുകളാണ്, എൻക്ലോസേഴ്സ് ആൻഡ്, അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കേട്ടോ. അതൊരു വളരെ അയണിക്കലാണ്. ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ട് തുടങ്ങിയാണ്. ഇവിടുത്തെ 2 ലോക്കലായിട്ടുള്ള ആൾക്കാര് അവര് ബാറിലിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നല്ല ഇലക്ട്രോണിക് സാധനങ്ങൾ വെക്കാനുള്ള എൻക്ലോഷർ നാട്ടിൽ കിട്ടാനില്ല, അത് നമുക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്ന 50 വയസ്സ് കഴിഞ്ഞ 2 ആൾക്കാരാണ്. അതൊന്നും ആലോചിക്കണം, 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്നത്. 50 വയസ്സ് കഴിഞ്ഞ 2 ആൾക്കാര് ആലോചിച്ച് തുടങ്ങിയ ഒരു കമ്പനി ഇന്നിപ്പോ 400 എംപ്ലോയീസ് ഉള്ള കമ്പനിയാണ്, സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അങ്ങനത്തെ ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവർ കൂടുതലും ഞങ്ങളുടെ കമ്പനിയിൽ പാർട്സുകളാണ് കൂടുതലും, സ്പേസ് ഡിഫൻസ് പാർട്സുകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി എൻ്റെ ഒരു ലൈഫ് ജേണി എന്ന് പറയുന്നത്. ഇതാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി. രണ്ടു സിസ്റ്റം കമ്പനീസ് ഉണ്ട്. പ്രോട്ടോ സ്പേസ് മാനുഫാക്ചറിംഗ് എന്നും പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്, സ്പേസ് ആൻഡ് ഡിഫൻസിന് വേണ്ടി മാത്രം.
നാസ, എയർസ്പേസ്, ടെസ്ല, സ്പേസ് എക്സ് അതൊക്കെയാണ് ഞങ്ങളുടെ ക്ലയൻസ് വരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള അലുമിനിയം, സ്റ്റീൽ പാർട്സുകൾ ഒക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക്കലി ഹൗ മൈ ജേർണി വെൻ. അപ്പം ഹലോ സാർ, സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ. If you had to start സ്റ്റാർട്ട് ഓണ്ടർപ്രണർഷിപ്പിന്റെ നമ്മളിപ്പോ ഏത് നാട്ടിലാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് ഇപ്പൊ നമ്മൾ കേരളത്തിലാണ് ചെയ്യണമെങ്കിൽ പല ഫാക്ടേഴ്സ് നോക്കേണ്ടി വരും, പല പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നോക്കേണ്ടി വരും. ഞങ്ങളുടെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ ഒരു അനുഭവം, ഞങ്ങളിപ്പോ ഈ എൻക്ലീനേഴ്സ് എന്ന് പറഞ്ഞ സംഭവം, ഈ പ്രോജക്ട് പ്രസന്റേഷനും നമ്മൾ ഇതൊക്കെ പോയപ്പോഴും ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ട്, അതായത് ഒരു MLA പോയി കാണുകയോ, ഇപ്പൊ ഞങ്ങള് കൂടുതലും ബന്ധപ്പെട്ടിട്ടുള്ളത് MLA മാരെ. ഇപ്പം പ്രശാന്ത് ബ്രോ അറിയാലോ, ട്രിവാൻഡ്രത്തുള്ള പ്രശാന്ത്, പിന്നെ മേയർ, പിന്നെ അല്ലാതെ മെമ്പേഴ്സ് പൊളിറ്റിക്കൽ, ഇപ്പൊ ഏത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ്, ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. അവരിൽ നിന്ന് നമുക്ക് എപ്പോഴും സപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ. കാരണം അവർക്ക് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ എവിടെയാണ് ഇത് റോഡ് ബ്ലോക്ക് വരുന്നതെന്ന് വെച്ചാല്, ഉദ്യോഗസ്ഥ പ്രബുദ്ധത എന്നൊക്കെ പറയും പോലെ ചില ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് റോഡ് ബ്ലോക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ട കണക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ഈ വേസ്റ്റ്, മറ്റേ ഇതെന്താണ് അതിന് പറയുന്നത്, വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, അത് എന്താ ചെല്ലുന്നത്. അപ്പൊ ആദ്യം നമ്മളിപ്പോ ചെല്ലുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ആണ്. പോയിട്ട് അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ പോവുകയാണെങ്കിൽ അവര് റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾ ആദ്യം അവിടെ പോയി അതെന്താ ആദ്യം ഇവിടെ വരാത്തത്, ഇവിടെ ഇതല്ലേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചാണെങ്കിൽ പറയും ആദ്യം ഹെൽത്തിലല്ലേ വരേണ്ടത്. ഇവര് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷാണ്. അതാണ് നമ്മൾ ആദ്യം മനം പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളത് തഞ്ചത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത്, സാറേ അത് നമുക്ക് അറിഞ്ഞൂടെയായിരുന്നു, സാറാണ് ഇതിന്റെ വലിയ ആളെന്ന് നമുക്ക് അറിഞ്ഞൂടെയായിരുന്നു, അവരൊന്ന് സൂചിപ്പിച്ച് തട്ടിയൊക്കെ അപ്പൊ അവർ പറയും ശരി ഇനിയിപ്പൊ എന്റെ അടുത്ത് വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി, അത് നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. അത് എവിടെ നമ്മൾ തുടങ്ങുന്നു എന്നുള്ളത് വളരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ പറയുന്ന പോലെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തള്ളിവിടും പോലെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇത് ഞങ്ങൾക്ക് റോഡ് ബ്ലോക്ക് വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നാണ്. ചിലർ ഭയങ്കര സപ്പോർട്ടായിരിക്കും. ഇതിന്റെ അകത്ത് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ വിഷണറീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ്. അവരുടെ പല ഇൻപുട്സ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഇൻപുട്സ് എല്ലാം നമ്മൾ അടുത്ത പ്രോജക്റ്റ് പ്രസന്റേഷൻ ചെല്ലുമ്പോൾ ആ ഇൻപുട്ട് നമ്മൾ അതിൽ കൊണ്ടുവന്നാൽ ഇത് അവർ കാണുമ്പോൾ ഞാനന്ന് പറഞ്ഞ സംഭവം ഇവന്മാര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് നമ്മളൊരു അക്നോളജ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ക്ലിക്കാവും. അവന്മാര് കൊള്ളാം എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് സ്പീഡിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെ നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്നും കാശിടേണ്ട ആവശ്യമില്ല ഒരു ബിസിനസ് ചെയ്യുമ്പോൾ. എവിടെ നിന്നൊക്കെ നമുക്ക് ഇപ്പോ വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ്, ഇപ്പൊ മുദ്ര ലോൺ നോക്കാം, നമുക്ക് ഈടൊന്നും വെക്കാതെ തന്നെ നമുക്ക് മുദ്ര ലോൺ കിട്ടും. അപ്പൊ അങ്ങനെ എന്തൊക്കെ ലോണുകളുണ്ട്, ഏറ്റവും നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ലോൺ കിട്ടുന്ന ഏതാണ്? SBI ആണോ, കാനറ ആണോ? മുദ്ര ലോൺ എന്ന് പറയുമ്പോൾ ബാങ്ക് ഡിപ്പെൻഡന്റ് അല്ലല്ലോ. അപ്പൊ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടാം, ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടാം. കേരള സ്റ്റാർട്ടപ്പ് മിഷനിന് ഫണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് കിട്ടാൻ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തു വെക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോജക്ട് പ്രസന്റേഷനൊക്കെ അല്ലെങ്കിൽ വേറെ ഫണ്ട് പോണതിന് മുമ്പ് നമുക്ക് ഇപ്പൊ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, സ്റ്റാർട്ടപ്പിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ കിട്ടും. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓക്കെ, ഓൾറെഡി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ഗവൺമെന്റിന്റെ സംഭവത്തിൽ ഉടായ്പല്ല എന്നുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ലോണൊക്കെ കിട്ടാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യുക,
ഈ പറയുന്ന രീതിയിൽ ഫുൾ പ്രൂഫായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സാർ. നമുക്ക് നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ സ്റ്റുഡന്റ് മെമ്പേഴ്സ് ഉണ്ട്. ഫാക്കൽറ്റീസിന് ആർക്കെങ്കിലും സംശയങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. കാര്യം ഞങ്ങളുടെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ്. നമ്മുടെ ആദ്യത്തെ ഒരു ഉദ്യമമാണ്. ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെല്ലിന്റെ ആദ്യത്തെ ഒരു ഉദ്യമമാണ്. നമ്മുടെ IDC നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്, അതുപോലെ മറ്റ് കോളേജിലെ അധ്യാപകരുണ്ട്. അവർക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. താങ്ക് യു. Hello. Students working on an innovative project. What are Hello, sir. Hello. Good evening. Good evening, sir. നല്ല സെക്ഷൻ ആയിരുന്നു. സർ, ഞാൻ കോളേജിലെ ഫാത്തിമ കോളേജിലെ ഫാക്കൽറ്റിയാണ്. അപ്പൊ സാർ ഇതിൻ്റെ അകത്ത് എൻക്ലീനേഴ്സ് എന്ന് പറഞ്ഞിട്ട് സാറ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഫാക്കൽറ്റീസ് കോളേജിലാവുമ്പോൾ നമുക്ക് എങ്ങനെ, കാരണം നമ്മളുടെ സ്വന്തം ഓൺ പ്ലേസ് അല്ല, നമ്മളല്ലാതെ നമ്മളൊരു വീടാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പം നമ്മളുടെ സ്വന്തം വീടിന്റെ ഡീറ്റെയിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ നമ്മളൊരു കോളേജിലാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ എനിക്ക് അവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ എനിക്ക് എങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും? പിന്നെ അതിന്റെ ഫോർമാലിറ്റീസ് നമ്മുടെ പേരിൽ തന്നെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കോളേജിന്റെ പേരിലാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ആ രജിസ്ട്രേഷന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളൊരു കോളേജിൽ, ഞാൻ പറഞ്ഞില്ല, IDCയുടെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ, നമുക്ക് IDCക്ക് അകത്ത് നമുക്കൊരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഉള്ളൊരു വീടാണെങ്കിൽ, സോറി, കോളേജ് ആണെങ്കിൽ, ഇൻക്യുബേഷൻ ഫെസിലിറ്റിക്ക് അകത്ത് നമുക്ക് വെർച്വൽ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ വെർച്വൽ ഇൻക്യുബേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അഡ്രസ്സ് നമ്മൾ കോളേജിൻ്റെ കൊടുക്കാൻ പറ്റും. ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഉള്ള കോളേജ് ആണെങ്കിൽ നമുക്ക് നമ്മൾ കോളേജിലാണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നത്, ഒരു സ്റ്റാർട്ടപ്പ് ആണ്, വി ആർ ഇൻക്യുബേറ്റിംഗ് ഇൻ ദ IDC ഫെസിലിറ്റി ഓഫ് എ കോളേജ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പാർട്ണർഷിപ്പ് ആയിട്ട് നമുക്ക് അപ്പൊ സർ, ഈ ഇൻക്യുബേഷൻ സെന്റർ എന്ന് സാർ പറഞ്ഞു, ഇപ്പൊ നമുക്ക് IDCക്ക് ഒരു റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇത് പ്രകാരം നമുക്ക് ഒരു റൂം വേണമല്ലോ, IDC 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു റൂം വേണം. അപ്പൊ നമുക്ക് അത് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത്, അതല്ലാതെ നമുക്ക് വേറൊന്നും ഇല്ല. അപ്പൊ ഈ റൂം തന്നെയാണോ നമ്മൾ ഈ ഇൻക്യുബേഷൻ സെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്യുബേഷൻ സെന്റർ എന്നുള്ളതിന് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫോർമാലിറ്റി ഉണ്ടോ ഈ ഇൻക്യുബേഷൻ സെന്റർ? എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് മിഷനിൽ അതൊന്ന് അന്വേഷിച്ചു. കാരണം ഞങ്ങൾ എന്ന് വെച്ചാൽ റൂം അല്ലാതെ ഞങ്ങൾ കുറച്ച് ഫെസിലിറ്റീസ്, ഞങ്ങൾ ക്യൂബിക്കിൾ പോലെ ഞങ്ങൾ ഇത് സെറ്റപ്പ് ചെയ്യുകയായിരുന്നു. അതായത് ഒരു കമ്പനിയിലുള്ള കമ്പനിക്ക് ഇത്ര വളരെ ഒന്നുമില്ല, ക്യൂബിക്കിൾ ഒരു 200 സ്ക്വയർ ഫീറ്റ് അല്ല 100 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ക്യൂബിക്കിളായിട്ട് ഞങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് അതാണ് ഇൻക്യുബേഷൻ ഫെസിലിറ്റി എന്നുള്ള രീതിയിൽ നമ്മളത് സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഞങ്ങൾ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻക്യുബേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വന്ന് ഇരിക്കണം, അതിന് കുറച്ച് ഫെസിലിറ്റീസ് കൊടുക്കണം, ഫ്രീ വൈഫൈ കൊടുക്കണം, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നമുക്ക് തന്നിരിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ 2 AC ഉള്ള നല്ല റൂമാണ്. പിന്നെ എന്താ, വൈഫൈ ഒക്കെ, കോളേജിന്റെ വൈഫൈ ഒക്കെ അവിടെ അവൈലബിൾ ആണ്, അതെല്ലാം ഉണ്ട്. ഓക്കെ, അതും അതൊരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള സാധ്യത ഒന്ന് IDC കോർഡിനേറ്ററുമായിട്ടൊന്ന് തിരക്കുകയാണെങ്കിൽ, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇപ്പോഴും പുതിയ നോംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി ആണ്. അവിടെ സ്റ്റുഡൻസിന് ഒരു റൂമാണ് ഉള്ളത്, അത് നമ്മുടെ IDC റൂമാണ്. അത് തന്നെ കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി ആക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് അത് നമ്മുടെ പേരിൽ തന്നെ, എന്റെ പേരിൽ തന്നെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം അല്ലെ? ആ ഒരു അഡ്രസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യാം. അവർ നോക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. അങ്ങനെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ അതിന്റെ ഒരു പ്രൂഫോ അങ്ങനെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ ആസ് എ പാർട്ട്ണർഷിപ്പ് കമ്പനി, നമ്മളിപ്പോ മിനിസ്ട്രി ഓഫ് രജിസ്ട്രേഷൻ, നമ്മളിപ്പം കമ്പനി രജിസ്ട്രേഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും അവർ ചോദിക്കും, അഡ്രസ്സ് ചോദിക്കുമ്പോൾ നമുക്ക് അപ്പോഴും നമുക്ക് ഒന്നുകിൽ വീട് അഡ്രസ്സ് വേണം, അല്ലെങ്കിൽ ഒരു കടയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഫീസ് അഡ്രസ്സ് വേണം, അല്ലെങ്കിൽ ഈ അഡ്രസ്സ് മതിയാവും. നമ്മൾ ഇൻക്യുബേഷൻ ഫെസിലിറ്റി, IDC ഇൻക്യുബേഷൻ ഫെസിലിറ്റി ആ കോളേജ്, ആ അഡ്രസ്സിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സ്റ്റാർട്ടപ്പ് ആണ്. ഇപ്പൊ പാർട്ട്ണർഷിപ്പ്, സ്റ്റാർട്ടപ്പ് കമ്പനി ഇൻ പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ പല ഇതുണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ അഡ്രസ്സ് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും വേണം നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഓപ്പൺ ആണ്, അതില് വലിയ ചടങ്ങൊന്നുമില്ല. എപ്പോഴും വേണം നമുക്ക് അത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഓക്കെ സാർ, താങ്ക് യു. പിന്നെ ഒരു ഡൗട്ടും കൂടെ സാർ. സാർ, ഈ ഐഡിയ ലാബിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഈ ഐഡിയ ലാബ് നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ? അത് അപ്ലൈ ചെയ്യാനുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടല്ലോ, ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്റെ എനിക്ക് തേർഡ് ബാച്ചില് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആർട്സ് ആൻഡ് സയൻസിലും അപ്ലൈ ചെയ്യാം. അത് എവിടെയാണ് നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ടത്? ACTയുടെ സൈറ്റിൽ കയറിയാൽ മതി. ACTയുടെ സൈറ്റിൽ കയറുമ്പോൾ ഐഡിയ ലാബിന്റെ ഓക്കെ, ശരി സാർ, താങ്ക് യു. ലിങ്ക് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ മറ്റു ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ആക്ടിവിറ്റി പോയിന്റ് കിട്ടും. അത് ആക്ടിവിറ്റി പോയിന്റ് ഒക്കെ കിട്ടും. ആക്ടിവിറ്റി പോയിന്റ് സാർ, അത് പോളിടെക്നിക് സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. ആക്ടിവിറ്റി പോയിന്റ് ആക്ടിവിറ്റി പോയിന്റ് നമ്മള് വെബിനാറിന് സാധാരണ വലുതായിട്ട് നമ്മള് പോയിന്റ് കുറവാണ്, ആക്ടിവിറ്റി പോയിന്റ് കുറവാണ്. പക്ഷെ കൂടുതൽ 5 വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് 10 പോയിന്റ് ഒക്കെ വരുമായിരിക്കും. പ്ലാറ്റ്ഫോം, റൈസ് ഫണ്ട്, സെക്യൂർ സ്പോൺസർഷിപ്പ്, സപ്പോർട്ട്, ഇതെല്ലാം IDC വഴി നിങ്ങൾക്ക് പല വേസിൽ നിങ്ങൾക്ക് ഫണ്ട് റൈസ് ചെയ്യാനുള്ളത് കിട്ടും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നുള്ള ഫണ്ട് നിങ്ങൾക്ക് കിട്ടും. What was the toughest decision you had to make to grow your business and what would have happened if you hadn't made it? Toughest decision എന്ന് പറയുന്നത് you will lose your sleep. 24 entrepreneurship എന്ന് പറയുന്നത് 9 to 5 ജോബ് അല്ല. ഇറ്റ്സ് ലൈക്ക് 24-hour ജോബാണ്. നമുക്ക് എപ്പോഴും അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, എന്തെങ്കിലും പ്രശ്നം വരാമെങ്കിൽ അത് ടാക്കിൾ ചെയ്യാൻ, പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, പലരും നമ്മൾ സംസാരിക്കേണ്ടി വരും. ഓൺട്രപ്രണർഷിപ്പ് ഈസ് നോട്ട് ഈസി. നമ്മൾ കാണുന്ന ഒരു പൊലിമയൊക്കെ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതുവരെ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടഫ് സംഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അതിന്റെ പുറകെ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് 9 to 5 ഒരിക്കലും ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ ഈവനിങ് ഷിഫ്റ്റ് ആണ്, 3 to 11 ആണ്. എനിക്ക് ആ 3 to 11 അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ അത് കഴിഞ്ഞ് എനിക്ക് നോ കോൾ, നോ ഇമെയിൽ. അതിനുശേഷം ഇവിടെ ശല്യപ്പെടുത്തില്ല. നമ്മുടെ ഫാമിലി ലൈഫ് കംപ്ലീറ്റ്ലി കൊണ്ടുപോകാം. പക്ഷെ ബിസിനസ് ആണെങ്കിൽ അങ്ങനെയല്ല, ഓൺടർപ്രണർഷിപ്പ് ആണെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് കൂടുതലും നമുക്ക് കോൾ വരും, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന ഫണ്ട് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക് ചെയ്യണം. 24 hour എന്താണ്, ലിറ്ററലി 24 hour ജോബാണ്. If you had to pitch your business to private investors today, how would you structure it and what would you focus on first to win their trust? First win their trust എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് എന്തായിരിക്കും നോക്കുന്നത്, അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. അവർക്ക് എന്ത് കിട്ടും, ഈ കമ്പനി ഗ്രോ ചെയ്യുമോ, ഈ 2 കാര്യങ്ങൾ അവർക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ, കൺവിൻസ് ചെയ്യാൻ പറ്റിയ ദേ വിൽ വിൻ അവർ ട്രസ്റ്റ്. നമ്മുടെ ഐഡിയ ജെന്യുവിൻ ആണ്, അതിനൊരു ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ ഐഡിയ ജെന്യുവിൻ ആണ്, നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യും, അതിനൊരു എന്താണ് ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്. അത് നമ്മൾ പിച്ച് ഡെക്കിൽ നമ്മൾ അത് കാണിക്കും. നമ്മൾ ഇങ്ങനെയാണ് 5 വർഷം കഴിയുമ്പോൾ ഇത്രയായിരിക്കും. അത് എന്തുകൊണ്ട്, ഇങ്ങനെ നമ്മൾ വെറുതെ ഗ്രാഫ് കാണിച്ചാൽ പോരെ, എന്തുകൊണ്ട് നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് വരും, അത് നമ്മൾ ഡെമോഗ്രാഫിക് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്പോർട്ടിങ് ഇത് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഇത് ഗ്രോ ചെയ്യും. അത് നിങ്ങൾക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത്രയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ കിട്ടുന്നത് ഇത്രയായിരിക്കും എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ they will invest. അല്ലാതെ നമ്മളെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം കാശും വാങ്ങിച്ചിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കാശ് കൊണ്ട് കളയുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഹലോ സാറേ, നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു നമ്മള് 6:50 സ്റ്റാർട്ട് ചെയ്തതാണ്. ദീപു സാറ് ഇപ്പൊ ഏകദേശം 1.25 മണിക്കൂറോളം ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ അധ്യാപകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ
IEDC നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്, അതുപോലെ അച്യുതൻ സാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. Permitted to start on industry while continuing in job both poly and engineering college. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സാർ. അത് സാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോന്ന് അറിയില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോ മീൻസ് ലൈക്ക് ജോബ് പോളി അല്ലെങ്കിൽ കോളേജിന് അവർക്കൊരു ഇത് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു അതിനെന്തോ ഒരു ടേം പറയുന്നുണ്ട്. ദേ ക്യാൻ സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ്. ആ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം യു ക്യാൻ കം ബാക്ക് ടു ജോബ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റീസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് സബ്സ്റ്റാൻഷ്യൽ ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ ഞാൻ പ്രൈവറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. സ്റ്റാർട്ട് അവർ ഓൺ ജോബ്. പ്രൈവറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഐ തിങ്ക് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാനാണ് ചെറിയ പ്രശ്നമുള്ളത്. അത് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഞാൻ ഞങ്ങളുടെ കമ്പനി ഓഡിറ്റിംഗ് ചെയ്യുന്ന ഒരു ഓഡിറ്റർ ഉണ്ട്. പുള്ളിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ എല്ലാ സ്റ്റാർട്ടപ്പ് കമ്പനികളെയും രജിസ്റ്റർ ചെയ്യുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഓതറൈസ്ഡ് ഓഡിറ്റർ ആൻഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ഒരാളുണ്ട്. ഞാൻ പുള്ളിയുടെ നമ്പർ വേണമെങ്കിൽ മിസ്റ്റർ രതീഷ് എന്ന് പറയുന്ന ആളാണ്. ഓഫീസ് ട്രിവാൻഡ്രത്താണ്. ഹി വിൽ ഹെൽപ്പ് യു ഔട്ട്. അദ്ദേഹത്തിന് ഏത് ടൈപ്പ് ഒരുപാട്, കാരണം കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് നിൽക്കുന്ന ആളാണ്. സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ രജിസ്റ്റർ ചെയ്യുന്ന ആളാണ്. ഹി ക്യാൻ ഹെൽപ്പ് യു. താങ്ക് യു സാർ. നമുക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിക്കാം. വേറെ സെക്ഷൻസ് ഒക്കെ നമുക്ക് ഇനി എടുക്കാം, കുഴപ്പമില്ല. സാറേ, നമുക്ക് മറ്റാരും കുട്ടികൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ സെഷൻ ഹലോ, ആരാണ്? സാറേ നമ്മുടെ സെഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ 2 മണിക്കൂറോളം ആകാറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു 90ഓളം മെമ്പേഴ്സ് നമുക്ക് ഈ 1.5 മണിക്കൂർ സെഷൻ വരെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഞാൻ എന്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സാറേ, നമ്മുടെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വെബിനാർ സെഷനാണ് ഈ സെമസ്റ്ററിലെ. അപ്പൊ നമുക്ക് എല്ലാ ആഴ്ചയിലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വെബിനാർ സെഷൻസ് ഉണ്ടാവും. ഈ വെബിനാർ സെഷനിൽ നമുക്ക് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഉള്ളത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദീപു സാറായിരുന്നു. സാറ് അക്കാഡമിഷ്യനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്റ്റാർട്ടപ്പിലേക്ക് പോയി വീണ്ടും അദ്ദേഹം മാനുഫാക്ചറിങ്ങിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഈ 1.5 മണിക്കൂറോളം നമുക്ക് ഷെയർ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റ് IEDC നോഡൽ ഓഫീസേഴ്സ് നമ്മുടെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാം HOD-മാർ, അധ്യാപകരുണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ മറ്റ് കോളേജുകളിലെ അധ്യാപകരുണ്ട്. എല്ലാവരും ഈ സെഷൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റാർക്കും ദീപു സാറ് നമുക്ക് വളരെ എസ്പെഷ്യലി നമ്മുടെ IEDC കമ്മ്യൂണിറ്റിക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തു. ഇത് തുടർന്നും നമുക്ക് അദ്ദേഹത്തിന്റെ സേവനം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം വോളണ്ടിയർ ആയിട്ടാണ് നമ്മുടെ ഈ സെഷനിലേക്ക് ജോയിൻ ചെയ്തത്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തത്. താങ്ക് യു സാർ. താങ്ക് യു ദീപു സജീവ് സാർ. As part of Government Polytechnic College Attingal and as part of the coordinator of Industry Institute Interaction Cell, we thank you, sir. Thank you for sharing your experience.
എനിക്ക് തോന്നുന്നു ഇനി മറ്റ് സംശയങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സാറുമായിട്ട് വാട്സപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകർ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഫീഡ്ബാക്ക് ലിങ്ക് ഒന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. ഫീഡ്ബാക്ക് ഫോം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സെഷൻ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ദിബു സാർ, ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യട്ടെ? ഓക്കെ സർ, ഓക്കെ. സോറി, അല്പം ലെങ്തി ആയി പോയി. ഇല്ല സാറേ, സാറിന്റെ എക്സ്പീരിയൻസ് സാർ ഷെയർ ചെയ്തതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ EDC കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് വർഷം സാറ് വർക്ക് ചെയ്തതാണ്. ആ എക്സ്പീരിയൻസ് ആണ് സാർ ഷെയർ ചെയ്തത്. ഇനി തുടർന്നും നമുക്ക് നമ്മുടെ IDC ഫാമിലിക്കും അതുപോലെ പോളിടെക്നിക് കോളേജ് കമ്മ്യൂണിറ്റിക്കും സാറിന്റെ എക്സ്പീരിയൻസ് വളരെ ഗുണകരമാകും. നമ്മുടെ കുട്ടികൾക്കും അത് ഗുണകരമാകും. സാറിന് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഡിസൈൻ തിങ്കിങ്, 3D പ്രിന്റിങ് ഏതാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഹാൻഡ്സ് ഓൺ ചെയ്യാനുള്ളൊരു സൗകര്യം ഇല്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കോളേജ് ഒന്ന് ചെയ്യാറുണ്ട്. അതായത് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. സാർ, അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ? ഓ സാർ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ ഫാക്കൽറ്റി മെമ്പേഴ്സോ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യുക. ഞാനൊരു 2 മിനിറ്റും കൂടെ ലിങ്ക് ഓപ്പൺ ആക്കിയിടാം.